പേഴ്സണൽ ഇവാഞ്ചലിസം വർക്ക്ഷോപ്പിലേക്ക് യേശു കർത്താവിൻ നാമത്തിൽ ഞാൻ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ആളാം പ്രതി സുവിശേഷ വേല ഒരു കീറാമുട്ടി എന്നാണ് പൊതുവെ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഫലകരമായ പരിശീലനം ലഭിച്ചു കഴിഞ്ഞാൽ വളരെ വിജയകരമായിട്ട് ഈ ശുശ്രൂഷ ചെയ്യാൻ കഴിയുമെന്ന കഴിഞ്ഞ 40-ലധികം വർഷത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ട് കഴിയും. വിവിധ തരത്തിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തി പതിനായിരങ്ങളോട് സംസാരിക്കുന്ന, ലക്ഷങ്ങളോട് സംസാരിക്കുന്ന ഒരു രീതി നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അതിനെ നമ്മൾ മാസ് ഇവാഞ്ചലിസം എന്ന് പറയും. പ്രിന്റഡ് മെറ്റീരിയൽസിലൂടെ, ട്രാക്റ്റുകളും ചെറു പുസ്തകങ്ങളിലൂടെയൊക്കെ സുവിശേഷം അറിയിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനെ നമ്മൾ ലിറ്ററേച്ചർ മിനിസ്ട്രി എന്ന് പറയും. ഫിലിം മിനിസ്ട്രി ഉണ്ട്. റേഡിയോ, TV മാധ്യമങ്ങളിലൂടെയും വാട്സാപ്പിലൂടെയും മറ്റ് പല ഇലക്ട്രോണിക്സ് മീഡിയാസ് ഉപയോഗിച്ചും ഇന്ന് നമ്മൾ സുവിശേഷം ലോകവ്യാപകമായിട്ട് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഏറ്റവും ഫലകരമായ രീതി എന്ന് പറയുന്നത് ആളാമ്പരി സുവിശേഷ വേലയാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് നേരിട്ട് സുവിശേഷം പങ്കിടുന്ന വളരെ ലളിതവും ഫലകരവുമായൊരു രീതി, അത് ആണ് വളരെ നമുക്ക് ഫലം പ്രാപ്തിയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഒരു ശുശ്രൂഷ എന്ന എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ ശുശ്രൂഷയ്ക്ക് താല്പര്യമുള്ളവരും അതിൽ ഉത്സുകരായി മുന്നോട്ട് വരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അതിന് അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് സുവിശേഷം, ആളാമ്പരി സുവിശേഷ വേല ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് എവിടെ തുടങ്ങണമെന്നറിയത്തില്ല, എങ്ങനെ തുടങ്ങണമെന്നറിയത്തില്ല. അതാണ് ഞങ്ങളുടെ ഒരു പ്രശ്നം. ഇനി മറ്റൊരു കൂട്ടർ പറയും ഞങ്ങൾക്ക് തുടങ്ങാൻ അറിയാം, പക്ഷെ എന്ത് പറയണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇനി വേറൊരു കൂട്ടർ പറയും ഞങ്ങൾക്ക് തുടങ്ങാനും പറയാനും അറിയാം, പക്ഷെ എവിടെയാണ് ഒന്ന് അവസാനിപ്പിക്കേണ്ടത്, എങ്ങനെ അത് ഫലകരമായിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുന്നവർ. ഇനി തുടങ്ങാനും പറയാനും അവസാനിപ്പിക്കാനും അറിയാമെങ്കിലും പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്ന ആളുകളുമുണ്ട്. അങ്ങനെ വിഷമിക്കുന്നവർക്ക് വളരെ മനോഹരമായ ഒരു പരിശീലനം സ്കൂൾ ഓഫ് പേഴ്സണൽ ഇവാഞ്ചലിസം എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. 40-ലധികം വർഷത്തെ ശുശ്രൂഷയുടെ ഫലമായിട്ട് 10,000-കണക്കിന് ആളുകൾ സഭാ സംഘടന വ്യത്യാസം കൂടാതെ ഈ പരിശീലനത്തിൽ പങ്കാളികളാകുകയും അങ്ങനെ പരിശീലനം പൂർത്തീകരിച്ച് ഇന്ന് വിവിധ തുറകളിൽ തങ്ങളുടെ ഔദ്യോഗിക ജോലിയോടും പഠനത്തോടും പിന്നെ ഫുൾ ടൈം ആയിട്ടും ഒക്കെ ഈ വേലയിൽ ആയിരിക്കുന്ന അനേകം ദൈവമക്കളെ എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആളാമ്പരി സുവിശേഷ വേല ഫലകരമായി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ഈ പരിശീലനം പൂർത്തീകരിച്ചാൽ നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് വളരെ ഫലം കൊയ്തെടുക്കുവാനായിട്ട് കഴിയും എന്ന് നിങ്ങളോട് ഓരോരുത്തരോടും പറയുകയാണ്. നാം അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ഇതിനോട് ബന്ധത്തിൽ നിങ്ങളോട് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഇത് നമ്മുടെ മണി പവർ കൊണ്ടോ മെന്റൽ പവർ കൊണ്ടോ മസിൽ പവർ കൊണ്ടോ ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത് സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് ദൈവത്തിന്റെ ആത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം ഈ സമയത്ത് നാം ഓർക്കുന്നത് നല്ലതാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവിനെന്നാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടാതെ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ആർക്കും സാധ്യമല്ല. എത്ര പരിശീലനം ലഭിച്ചാലും ദൈവാത്മാവിന്റെ ശക്തിയും ദൈവകൃപയും ഇല്ലാതെ ഈ ശുശ്രൂഷ ഫലകരമായി ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം നാം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കുമെന്നാണ്. അപ്പം കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധം വളരെ ആവശ്യമാണ് ഈ ആളാമ്പരി സുവിശേഷ വേലയിൽ. ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിന് എൻ്റെ പിതാവ് മഹത്വപ്പെടും.
അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും എന്ന് പറഞ്ഞിരിക്കുന്ന വചനം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് കർത്താവ് പറയുന്ന, അതായത് അന്ത്യനിയോഗം, കർത്താവിന്റെ കൽപ്പന, അവിടെ ഇങ്ങനെ പറയുകയാണ്: നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവേൻ. എന്നിട്ട് കർത്താവ് പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഇവിടെ നമുക്കൊരു വലിയ ധൈര്യം ലഭിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ഞാനോ നിങ്ങളോ സുവിശേഷവുമായിട്ട് മറ്റുള്ളവരുടെ അടുക്കലേക്ക് പോകുമ്പോൾ, ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ, സമൂഹത്തിലേക്ക് പോകുമ്പോൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. വാഗ്ദത്തം ചെയ്ത കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം. അതുകൊണ്ട് ഈ ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവേൽ ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി ഇതെങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു പഠനക്കളരിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വളരെ രസകരവും ഫലകരവുമായ ഒരു പരിശീലനമാണ് ഇത്. ഏകദേശം 50 മണിക്കൂർ നേരത്തെ ഒരു പരിശീലനമാണ് എന്ന കാര്യം ഞാൻ ആമുഖമായിട്ട് നിങ്ങളോട് പറയട്ടെ. അതായത് 20 മണിക്കൂർ തിയറിയും 30 മണിക്കൂർ പ്രാക്ടിക്കലുമാണ്. 20 മണിക്കൂർ നാം പഠിക്കുന്ന തിയറി കാര്യങ്ങൾ 30 മണിക്കൂർ കൊണ്ട് പ്രാക്ടീസ് ചെയ്തെടുക്കുമ്പോൾ ആണ് ഫലകരമായ ഒരു പരിശീലനം പൂർത്തീകരിക്കുവാൻ കഴിയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഡ്രൈവിംഗ് സ്കൂൾ എവിടെയാണ്? എയർ കണ്ടീഷൻ റൂമിനകത്തല്ല, 4 ചുവരുകൾക്കകത്തല്ല. ഡ്രൈവിംഗ് സ്കൂള് നമ്മുടെ റോഡിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വാഹനം അതിനെ കാണിച്ചു കൊടുത്തിട്ട് എൻ്റെ സ്റ്റിയറിംഗ് ഇതാണ്, അതിൻ്റെ വീൽ ഇതാണ്, അതിൻ്റെ ക്ലച്ച് ഇതാണ്, എൻ്റെ ബ്രേക്ക് ഇതാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ ഒരിക്കലും ഒരു വ്യക്തിക്ക് വിദഗ്ധനായ ഒരു ഡ്രൈവർ ആകാൻ സാധ്യമല്ല. വാഹനം ഓടിച്ച് പ്രാക്ടീസ് ചെയ്ത് ലൈസൻസ് എടുത്ത് മാത്രമേ ഒരു വ്യക്തിക്ക് ഫലകരമായി ഒരു വാഹനം ഓടിക്കാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ കർത്താവ് തൻ്റെ ശിഷ്യഗണത്തെ പരിശീലിപ്പിച്ചത് കൊണ്ട് നടന്ന് പരിശീലിപ്പിക്കുകയായിരുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ DPEP മോഡൽ കർത്താവ് ആദ്യമായിട്ട് ലോകത്തിന് പ്രദാനം ചെയ്തത് എന്നുള്ളത്. കർത്താവ് കൊണ്ട് നടന്ന് പരിശീലിപ്പിക്കുകയായിരുന്നു. ഗുരു എങ്ങനെ അത് ചെയ്തു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നെ വളരെയധികം സ്ട്രൈക്ക് ചെയ്ത ഒരു വചനമാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം. അവിടെ നാം എടുത്ത് വായിച്ചാൽ നമുക്കിങ്ങനെ കാണാം: അവൻ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ചു തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനുമായിട്ട് പുറപ്പെട്ടു പോയി. കർത്താവ് എന്താണോ തൻ്റെ 12 ശിഷ്യന്മാർക്ക് കൊടുത്ത നിയോഗം, കൽപ്പന, ആ കൽപ്പന കൊടുത്തിട്ട് താൻ തൻ്റെ അരമനയിലേക്ക് പോയെന്നോ ബംഗ്ലാവിലേക്ക് പോയെന്നോ തൻ്റെ എക്സിക്യൂട്ടീവ് റൂമിലേക്ക് പോയെന്നോ അല്ല, താൻ എന്താണോ കൽപ്പിച്ചത് അത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു ഗുരുവിനെയാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ ട്രെയിനിങ് 20 മണിക്കൂർ തിയറി കഴിഞ്ഞ ശേഷം താല്പര്യമുള്ള ആളുകളുമായിട്ട് വീടാന്തരം കൊണ്ട് നടന്ന് അവർക്ക് ഈ പരിശീലനം കൊടുത്തു വരികയാണ്. ഇനി നമുക്ക് ആ പരിശീലനത്തിൻ്റെ പ്രാഥമികമായ ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഒരു ഔട്ട്ലൈൻ, ഒരു രൂപരേഖ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഏതൊരു കാര്യവും ഫലകരമായി തീരണമെങ്കിൽ വ്യക്തമായൊരു പ്ലാൻ ആവശ്യമാണ്. ഏതൊരു കാര്യത്തിൻ്റെയും പിന്നിൽ ഒരു ഫോർമുല ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഒരു ഉദാഹരണം പറയട്ടെ. ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കണം. ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ഫോർമുല? തീർച്ചയായിട്ടും അവിടെ ഒരു ഫോർമുലയുണ്ട്. എത്രമാത്രം പാല് വേണം, എത്രമാത്രം വെള്ളം വേണം, എത്രമാത്രം ചായപ്പൊടി വേണം എന്ന് തുടങ്ങി പല കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ 1/2 സ്പൂൺ കാപ്പിപ്പൊടി ഉപയോഗിച്ചാലോ ഒരിക്കലും ചായ കിട്ടത്തില്ല, അത് കാപ്പിയായി മാറും. കാരണം ഫോർമുല തെറ്റിപ്പോയി. അവിടെ ചായപ്പൊടിക്ക് പകരം കാപ്പിപ്പൊടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. എന്ന് പറയുന്നത് പോലെ ഏതൊരു കാര്യത്തിൻ്റെയും പിന്നിൽ ഒരു ഫോർമുല ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഇവിടെ നമുക്കൊരു ഫോർമുലയാണ്. ആ ഫോർമുലയിൽ പ്രധാനമായിട്ടും 4 പോയിന്റ്സുകളാണ് ഉള്ളത്. ഒന്നാമത്തെ പോയിന്റ് ഒരു മുഖവുര, ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ എവിടെ തുടങ്ങണമെന്ന് ഭാരപ്പെടുമ്പോൾ ഒരു മുഖവുരയിൽ തുടങ്ങുക. ഇനി എന്ത് പറയണം എന്നതാണ് വിഷയമെങ്കിൽ സുവിശേഷം പറയുക. ഇനി എവിടെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്നതാണ് വിഷയമെങ്കിൽ സമർപ്പണത്തിലേക്ക് എത്തിക്കുക. പിന്നെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ
അത് കഴിഞ്ഞിട്ട് ഉടനെയും കാര്യക്ഷമമായും ചെയ്യാനുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക. അപ്പോൾ 4 കാര്യങ്ങളാണ് ഞാൻ ഈ ഔട്ട്ലൈനിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. മുഖവുര, സുവിശേഷം, സമർപ്പണം, ഉടനെയും കാര്യക്ഷമമായും ചെയ്യാനുള്ള കാര്യങ്ങൾ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ, ഗോസ്പൽ, കമ്മിറ്റ്മെന്റ് ആൻഡ് ഫോളോ അപ്പ്. ഈ 4 പോയിന്റ്സുകളെ ഞാൻ 4 തൂണുകളായിട്ട്, പില്ലേഴ്സ് ആയിട്ട് പറയുകയാണ്. ഈ 4 പില്ലറുകളിലാണ് നമ്മൾ തുടർന്നുള്ള കാര്യങ്ങൾ ചേർത്ത് വച്ച് ഈ പരിശീലനം പൂർത്തീകരിക്കുവാനായിട്ട് പോകുന്നത്. പക്ഷെ ഈ 4 മെയിൻ പോയിന്റ്സിനെ ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു. ഇതൊരു അസ്ഥികൂടമാണ്. എനിക്കും നിങ്ങൾക്കും ഒരു അസ്ഥികൂടമുണ്ട്. പക്ഷെ നമ്മൾ പുറമെ ആരുടെയും മുമ്പിൽ അത് പ്രദർശിപ്പിക്കാറില്ല. നമ്മൾ ഉള്ളിലാണ് അത് സൂക്ഷിക്കുന്നത്. ഈ വാസ്തവത്തിൽ ഈ അസ്ഥികൂടം ഇല്ലായിരുന്നു എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു 10, 40, 50, 70 കിലോ മാംസപിണ്ഡം ആയിട്ട് മാറിയിരിക്കുന്ന ഒരവസ്ഥ. ഒരു രൂപഭംഗിയും അതിന് ലഭിക്കുകയില്ല. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് ഈ രൂപഭംഗിയിൽ ലഭ്യമായി തന്നത് ഈ അസ്ഥികൂടമാണ്. നോക്കൂ, എൻ്റെ കയ്യിലൊരു ചിത്രമുണ്ട്. ഇതൊരു അസ്ഥികൂടമാണ്, ഒരു സ്കെലിറ്റൻ. പക്ഷെ ഇങ്ങനെ ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിലൂടെ നടന്നു പോകുന്ന നാം ആരും കാണാറില്ല. ഈ അസ്ഥികൂടം മജ്ജയും മാംസവും വച്ചു പിടിപ്പിച്ച് ജീവനുള്ള ഒരു ദേഹിയായി തീരുമ്പോഴാണ് അതിന് ചലനാത്മകത ലഭിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈ മുഖവുര, സുവിശേഷം, സമർപ്പണം, ഉടനെയും കാര്യക്ഷമമായും ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്ന ഈ മെയിൻ അസ്ഥികളിൽ നമ്മൾ മജ്ജയും മാംസവും വച്ചു പിടിപ്പിക്കാനായിട്ട് പോവുകയാണ്. പക്ഷേ ഈ പോയിന്റ്സുകൾ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കണം. ഞാൻ ഒരിക്കലും കാണാതെ പഠിക്കാൻ പറയത്തില്ല. നിങ്ങൾ പഠിക്കുന്നത് എപ്പോഴും കണ്ടു പഠിക്കണം, എന്നിട്ട് കാണാതെ പറയണം. അതാണ് ശീലിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ കാണാതെ പഠിക്കുകയും കണ്ടെഴുതുകയും ചെയ്യുന്ന ഒരു ശീലം, അത് ടീച്ചേഴ്സ് എല്ലാം കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്. കാണാതെ പഠിക്കണം, കാണാതെ പഠിക്കണം. പക്ഷേ പിള്ളേർ കാണാതെ പഠിച്ചാൽ പിന്നെ വന്നിട്ട് കണ്ടെഴുതേണ്ടി വരും. അതിനേക്കാൾ നല്ലത് കണ്ടു പഠിക്കൂ, എന്നിട്ട് നിങ്ങൾ കാണാതെ പറയൂ എന്നൊരു ശൈലി അവലംബിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ 5 പോയിന്റ്സുകൾ കണ്ടുപഠിക്കാം. 1 മുഖവുര, 2 സുവിശേഷം, 3 സമർപ്പണം, 4 ഉടനെയും കാര്യക്ഷമമായും ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇൻട്രൊഡക്ഷൻ, ഗോസ്പൽ, കമ്മിറ്റ്മെന്റ് ആൻഡ് ഫോളോ അപ്പ്. ഇനി നമുക്ക് ഇതിൻ്റെ വിശദമായ പഠനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. എവിടെ തുടങ്ങണം? മുഖവുരയിൽ തുടങ്ങണം. എന്ത് പറയണം? സുവിശേഷം പറയണം. എവിടെ അവസാനിപ്പിക്കണം? സമർപ്പണത്തിൽ. പിന്നെ എന്ത് ചെയ്യണം? അവരെ ഫോളോ അപ്പ് ചെയ്യണം. ഉടനെയും കാര്യക്ഷമമായും ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പക്ഷെ നാളെ നിങ്ങളൊരു വീട്ടിലേക്ക് ചെന്ന്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി മുഖവുര, സുവിശേഷം, സമർപ്പണം, ഉടനെയും കാര്യക്ഷമമായും ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് വല്ലതും മനസ്സിലാകുമോ? അവർക്കൊന്നും മനസ്സിലാകത്തില്ല. ഒരു അസ്ഥികൂടം ആയിട്ട് മാത്രം അത് അവശേഷിക്കും. അപ്പോൾ നമ്മൾ അതിൽ മജ്ജയും മാംസവും വെച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. മുഖവുരയിൽ 5 സബ് പോയിന്റ്സുകളുണ്ട്. വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നമുക്കൊരു വ്യക്തിയോട് സുവിശേഷം പറയുവാനായിട്ട് കഴിയും. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പരിചയപ്പെടൽ. ഒരു വ്യക്തിയോട് സുവിശേഷം പറയുന്നതിന് മുമ്പായിട്ട് ആ വ്യക്തിയുമായിട്ട് കൃത്യമായ ഒരു ബന്ധം സ്ഥാപിക്കണം. ഇപ്പം പരിചയപ്പെടൽ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ചെന്നു, വാതിക്കൽ മുട്ടി, കോളിംഗ് ബെല്ലടിച്ചു, അല്ലെങ്കിൽ വീട്ടുകാരൻ അല്ലെങ്കിൽ വീട്ടുകാരി വന്നപ്പോൾ എങ്ങനെ നിങ്ങൾ പരിചയപ്പെടുക? ഒരു പുഞ്ചിരിയോടുകൂടി ഒരു വന്ദനം പറഞ്ഞ് അവരോട് സംസാരിക്കാനായിട്ടൊരു ശ്രമം നടത്തുക. അപ്പോൾ നമ്മളെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തുന്ന നല്ലതായിരിക്കും. കാരണം അവർക്ക് നമ്മളെ അറിയത്തില്ല. അപ്പോൾ എങ്ങനെ പരിചയപ്പെടുത്തുക? ഇപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ പറയും, എൻ്റെ പേര് രാജൻ എന്നാണ്. ഞാൻ ഒറ്റയ്ക്ക് ഒരിക്കലും ഒരു വീടുകളിൽ പോകാറില്ല. എൻ്റെ കൂടെ ആരെങ്കിലും ഒരാളുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ സുഹൃത്ത് മാത്യു ആണ്. ഞങ്ങൾ കോട്ടയത്ത് ചാലുകുന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. എന്നിട്ട് പറയും, ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂടി വരികയും ഞങ്ങൾ ഇവിടെയുള്ള ആളുകളുടെ ഭവനങ്ങളിലേക്ക് പോവുകയും ആളുകളെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യാറുണ്ട്. ഒരു സുഹൃത്ബന്ധം സ്ഥാപിക്കാനാണ് അങ്ങനെ നിങ്ങളുടെ അടുക്കലേക്ക് വന്നതാണ്. മാത്രമല്ല അതിനോടൊപ്പം നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഒരു 5 മിനിറ്റ് സമയമുണ്ടോ എന്ന് ചോദിച്ചിട്ട് സാറിൻ്റെ പേരെന്താണ്, അല്ലെ ആൻറ്റിയുടെ പേരെന്താണ്, അല്ലെ അങ്കിളിൻ്റെ പേരെന്താണ്, അവരുടെ പ്രായം, അവരുടെ യോഗ്യത, അവരുടെ എല്ലാ ശാരീരിക അവസ്ഥകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഒന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട്
ആ പരിചയപ്പെടൽ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ്സ് നമ്മൾ കവർ ചെയ്യുകയാണ്. അപ്പോൾ ഏകപക്ഷീയമായി കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നതല്ല ഈ പരിചയപ്പെടൽ. എന്താ പേര്, എവിടെ താമസിക്കുന്നു, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത് പരിചയപ്പെടലല്ല, അതൊരു ചോദ്യം ചെയ്യൽ മോഡലാണ്. പരിചയപ്പെടുമ്പോൾ അവർക്ക് നമ്മളെയും കൃത്യമായിട്ട് അറിയത്തക്കവണ്ണം ഉള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ പറയും, എൻ്റെ പേര് രാജൻ എന്നാണ്, എൻ്റെ കൂട്ടുകാരനാണ്, ഈ സുഹൃത്താണ് ഇദ്ദേഹം, അദ്ദേഹത്തിൻ്റെ പേര് ബ്രദർ മാത്യു, നിങ്ങളെ കാണാനും പരിചയപ്പെടാനും വന്നതാണ്. സാറിൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ അങ്കിളിൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ ആൻറ്റിയുടെ പേരെന്താണ്, സഹോദരൻ്റെ പേരെന്താണ്, പേര് ചോദിക്കും, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള സാധാരണ കാര്യങ്ങൾ ചോദിച്ച് അവരുമായിട്ട് സംഭാഷണം ആരംഭിക്കുന്നു. പരിചയപ്പെടൽ കഴിയുമ്പോൾ പിന്നെ അതിനോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ ആത്മീയ പശ്ചാത്തലം കൂടി ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. എന്തിനു വേണ്ടി ആത്മീയ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടത്? എങ്കിൽ മാത്രമേ നമുക്ക് തുടർന്ന് ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കുവാനും അദ്ദേഹത്തോട് പങ്കിടാനും കഴിയത്തുള്ളൂ. ചിലപ്പോൾ നമുക്കൊരു വ്യക്തിയുടെ പേര് കൊണ്ട് ആ വ്യക്തിയെ ഏറെക്കുറെ മനസ്സിലാക്കാം, ക്രിസ്ത്യനാണോ, ഹിന്ദുവാണോ, മുസ്ലിമാണോ എന്നൊക്കെ. അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ ആ വീട്ടിൽ ചിലപ്പോൾ ഉള്ള ഫോട്ടോസോ അല്ലെങ്കിൽ ദൈവവചനങ്ങൾ വല്ലതും എഴുതിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ചില സിമ്പലുകൾ, ചില വീടുകളുടെ ഗ്രില്ലുകൾ ഓം എന്നുള്ള സിമ്പലോ, അല്ലെങ്കിൽ ഒരു തുളസിത്തറ മുറ്റത്തോ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണാം, അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണം. ഇതിലൂടെയൊക്കെ നമുക്ക് അവരുടെ ആത്മീയ പശ്ചാത്തലം കണ്ടെത്താനായിട്ട് കഴിയും. പക്ഷെ ഒരിക്കലും ആരുടെയും മുഖത്ത് നോക്കി നിങ്ങളൊരു ഹിന്ദു ആണോ, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ, നിങ്ങളൊരു മുസ്ലിം ആണോ എന്ന് ചോദിക്കാൻ ഒരിക്കലും പാടില്ല. ആ കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ അവരുടെ ആത്മീയ പശ്ചാത്തലം മനസ്സിലാക്കുക. ഒരു സ്നേഹബന്ധത്തിലൂടെ നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അവരോട് ഇടപെടാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഒരിക്കൽ ഒരു വീട്ടിൽ ചെന്നു, അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു ഗോപാലകൃഷ്ണൻ. ഞാൻ ചോദിച്ചു, സാറ് അമ്പലത്തിലൊക്കെ പോകുന്ന ആളാണ്? പിന്നെ നിശ്ചയമായും. ഞാൻ ചോദിച്ചു, സാറിൻ്റെ പോകുന്ന അമ്പലത്തിലെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്താണ്? അദ്ദേഹം പറഞ്ഞു ഗണപതിയാണ്. ഞാൻ പറഞ്ഞു, ശരി സാറ്, ആ ഗണപതിയുമായിട്ടുള്ള താങ്കളുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യത്തിൽ ആ ദൈവം താങ്കളുടെ ജീവിതത്തിൽ ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയാമോ? അദ്ദേഹം പറഞ്ഞു, എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല, ഞങ്ങൾ പാരമ്പര്യപരമായിട്ട് ഞങ്ങളുടെ അമ്പലത്തിൽ പോകുന്നു, അവിടെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ അവിടെ വണങ്ങുന്നു, അവിടെ നേർച്ച കാഴ്ചകൾ കൊടുക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പൊ അവരുമായിട്ടൊരു കൃത്യമായ ഇടപെടൽ നടത്തിയാൽ നമുക്കിങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനും അവരുടെ ഉള്ളിലുള്ള വിശ്വാസപരമായ കാര്യങ്ങളുടെ ആഴങ്ങളെ മനസ്സിലാക്കാനും കഴിയും. ഇനി ഒരു ക്രിസ്ത്യാനി, എന്താ പേര്, കുര്യാക്കോസ്, എവിടെ പള്ളി, ഏത് പള്ളിയിലാണ് പോകുന്നത്? ഞങ്ങൾ കത്തോലിക്കരാ. അയ്യോ കത്തോലിക്കനാണോ എന്ന് പറഞ്ഞ് പുച്ഛഭാവം കാണിക്കാൻ ഒരിക്കലും പാടില്ല. ഏത് മതവിശ്വാസ പശ്ചാത്തലത്തിലുള്ളവരാണെങ്കിലും ഒരിക്കലും നമ്മുടെ മുഖഭാവങ്ങളിലൂടെ ഒരു അവജ്ഞ ഉണ്ടാക്കാനായിട്ട് ഒരിക്കലും പാടില്ല. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാം, അപ്പൊ സാറ് കത്തോലിക്ക സഭയിലെ ഒരു അംഗമാണ്, അതെ, അപ്പൊ എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകാറുണ്ടോ? പിന്നെ എല്ലാ ആഴ്ചയും, മാത്രമല്ല ഇടയ്ക്കും ഞങ്ങൾ പോകാറുണ്ട്. ശരി, അപ്പൊ സാറ് വളരെ താല്പര്യപൂർവ്വം തൻ്റെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ള ഒരാളെന്ന് അറിഞ്ഞത് വളരെ സന്തോഷം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കുക. അതിലൂടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കഴിയുന്ന സാധ്യതകൾ തുറന്നു കിട്ടുകയാണ്. ഒരിക്കലും ഉച്ചഭാവത്തോടു കൂടി അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളെ കേട്ടിട്ട് നമ്മൾ പ്രതികരിക്കുവാനായിട്ട് പാടില്ല. ഇനി ഒരു വ്യക്തി നിരീശ്വരവാദിയാണെന്ന് വിചാരിച്ചോളൂ, എനിക്ക് അമ്പലവും ഇല്ല, പള്ളിയും ഇല്ല, ഒരു ദൈവവും ഇല്ല എന്ന് ഒരു വ്യക്തി പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. ചോദിക്കാം, സാറേ എന്നു മുതലാ സാറിന് ഇങ്ങനെ ഒരു ചിന്താഗതി വന്നത്? കുഞ്ഞുനാളിൽ തുടങ്ങിയതാണോ, അയോ മാതാപിതാക്കൾ അങ്ങനെ ആയിരുന്നത് കൊണ്ടാണോ? ഒന്ന് ചോദിക്കുക. ആഴത്തിലേക്ക് വരയിറക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആഴത്തിലേക്ക് അവിടെ ഉള്ളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചില കാര്യങ്ങൾ ചോദിച്ചു വരുമ്പോൾ അവരുടെ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് കണ്ടെത്താനും നമുക്ക് ഫലകരമായിട്ട് അവരോട് സുവിശേഷം പങ്കിടാനും കഴിയും. ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു, ഒരിക്കലും നിങ്ങളൊരു ഹിന്ദുവാണോ, മുസ്ലിം ആണോ, ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിക്കുവാൻ പാടില്ല. വളരെ ബുദ്ധിപരമായിട്ട് അവരുടെ ആത്മീയ പശ്ചാത്തലം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് കഴിയുമ്പോൾ സന്ദർശനത്തിന്റെ ഉദ്ദേശം, പർപ്പസ് ഓഫ് ദ വിസിറ്റ്, എന്തിനു വേണ്ടിയാണ് അവിടെ ചെന്നു എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ മുഖവരയിൽ പറയുന്ന ഈ പോയിന്റുകളെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് 1, 2, 3 എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ അർത്ഥത്തിൽ തന്നെ എല്ലാം കവർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. സന്ദർഭം അനുസരിച്ച് നിങ്ങൾക്ക് ഈ പോയിന്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രമീകരിക്കാൻ കഴിയണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു വീട്ടിൽ ചെന്നു എന്ന് സങ്കല്പിക്കുക. വീട്ടിൽ ചെന്നു, കോളിംഗ് ബെല്ലടിച്ചു, വീട്ടുകാരനല്ലേ വീട്ടുകാരി വന്നു, വാതിൽ തുറന്ന് നിങ്ങളെ കണ്ടപ്പോൾ മനസ്സിലായില്ല. അവർ ഇങ്ങോട്ട് ചോദിക്കാം, നിങ്ങൾ ആരാ, എവിടുന്നാ വന്നതെന്ന്.
അപ്പോൾ നിങ്ങൾ പറയാം ഞങ്ങൾ പഠിച്ചിരിക്കുന്ന മെത്തേഡ് അനുസരിച്ച് ഇത് മൂന്നാമത്തെ പോയിന്റാണ്, അതുകൊണ്ട് 2 പോയിന്റുകൾ കൂടി പറഞ്ഞിട്ടേ ഞങ്ങൾ ഇതിലേക്ക് വരൂ എന്ന് പറഞ്ഞ് മസിൽ പിടിക്കരുത്. സന്ദർഭം അനുസരിച്ച് നമ്മൾ ഉയരാനും താഴാനും മാറി നിൽക്കാനും ഒക്കെ നമ്മൾ ശീലിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ആരാണ്, എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ പലപ്പോഴും സുവിശേഷകർക്ക് പറ്റുന്ന ഒരു വലിയൊരു അബദ്ധം എന്ന് തന്നെ പറയാം. അത് സുവിശേഷത്തിനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രതികരണമാണ്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചോദിക്കുക, നിങ്ങൾ ആരാണ്, എവിടുന്ന്? ഞങ്ങൾ IPC എന്ന് വരുന്നു, സുവിശേഷം പറയാൻ വന്നു. ഉടൻ തന്നെ അവർ വാതിലങ്ങ് അടച്ചിട്ട് ജനലിൽ കൂടെ പറയും ഇവിടെ ആരും ഇല്ല എന്ന് പറയും. എന്താ കാരണം? നമുക്ക് കിട്ടിയ അവസരം തക്കത്ത് നമ്മൾ ഉപയോഗിച്ചില്ല. കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ? നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം. ഇവിടെ നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധി ഇല്ലാതെ പോയി, പക്ഷെ പ്രാവിന്റെ നിഷ്കളങ്കതയുണ്ട്. കാരണം ഉള്ള കാര്യം ഉള്ളതുപോലെ IPC-കാരനാ സുവിശേഷം പറയാൻ വന്നു, സത്യമാണ്. അതായത് ഞങ്ങൾ ചർച്ച് ഓഫ് ഗോഡുകാരാണ്, ഞങ്ങൾ നിങ്ങളോട് സുവിശേഷം പറയാൻ വന്നു. അല്ലെങ്കിൽ ഞങ്ങൾ CSI-കാരാണ്, അല്ലെങ്കിൽ മാർത്തോമക്കാരാണ്, നമ്മുടെ സഭ അത് കഴിഞ്ഞിട്ട് സുവിശേഷം പറയാൻ വന്നു എന്ന് പറയുമ്പോൾ പൊതുവേ സുവിശേഷം എന്ന് കേൾക്കുമ്പോഴേ ആൾക്ക് താല്പര്യമില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അവിടെ നമുക്ക് എങ്ങനെ ഫലകരമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയും? ശ്രദ്ധിക്കൂ, ഞങ്ങൾ നിങ്ങളെ കാണാനും പരിചയപ്പെടാനും ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനും വന്നതാണ്. ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരിചയപ്പെടുന്നതിന് ഞങ്ങൾ വന്ന കാര്യം പറയുന്ന സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എല്ലാ വീടുകളിലും അവസരം കിട്ടുമെന്നല്ല പറയുന്നത്, കൂടുതൽ അവസരങ്ങൾ താരതമ്യേന ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളെ കാണാനും പരിചയപ്പെടാനും ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും പറയാൻ വന്നു എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള മറുപടി എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അത് കഴിയുമ്പോൾ ഒരു വ്യക്തിപരമായ സാക്ഷ്യം, നമ്മുടെ ജീവിതത്തിൽ ഈ സുവിശേഷം എപ്രകാരമാണ് പ്രവർത്തിച്ചത് എന്നതിൻ്റെ അനുഭവത്തിലൂടെ അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ അവർ ശ്രമിക്കുക. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ സാക്ഷ്യം എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് തന്നെ ഒരു 3 മണിക്കൂർ ക്ലാസ് എടുത്താലും തീരത്തില്ല. പക്ഷേ ഈ ഒരു പ്രത്യേക മുഖവുരയുടെ ആ സെഗ്മെന്റിൽ ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മുമ്പോട്ട് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പിന്നീട് നമുക്ക് സമയം കിട്ടിയാൽ നമുക്ക് ഇതിനെപ്പറ്റി വിശദമായ ഒരു ക്ലാസ് എടുക്കാം. അതായത് വ്യക്തിപരമായ സാക്ഷ്യം എന്ന് പറയുമ്പോൾ മറ്റൊരാൾക്ക് പറയാൻ കഴിയാത്തൊരു സാക്ഷ്യം നമുക്ക് പറയാൻ കഴിയണം. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പോയിട്ട് പറയുന്നു, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മാരകമായൊരു രോഗമുണ്ടായിരുന്നു, ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ രോഗം മാറിക്കിട്ടി എന്ന് ഞാൻ പറയുന്നു. അത് കേൾക്കുന്ന മുസ്ലിം അവർ പറയുകയാണ്, എനിക്കും ഉണ്ടായിരുന്ന മാരകമായ രോഗം, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ രോഗവും മാറിക്കിട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞ സാക്ഷ്യം കൊണ്ട് അവരെ നേടാനായിട്ട് കഴിഞ്ഞു? ഇല്ല. ഒരിക്കൽ നടന്ന ഒരു സംഭവം ഞാൻ പറയാം. ഒരിക്കൽ ഒരു സഭയിലെ സഹോദരിമാർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരുമായിട്ട് ഞാൻ ഭവന സന്ദർശനം നടത്തുകയാണ്. കോട്ടയത്താണ് സംഭവം. കോട്ടയത്ത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ആ ഭാഗത്തുള്ള ഭവനങ്ങളെ സന്ദർശിക്കുന്നത്. അങ്ങനെ ഞങ്ങളൊരു വീട്ടിൽ പോയപ്പോൾ എൻ്റെ കൂടെ 2 സഹോദരിമാരുണ്ടായിരുന്നു. അതിലൊരു സഹോദരി ഞങ്ങൾ ചെന്ന വീട്ടിലെ വീട്ടമ്മയോട് പറഞ്ഞു, ഞാൻ എൻ്റെ കർത്താവിനെ രുചിച്ചറിഞ്ഞവളാണ്. ഇപ്പം വീട്ടമ്മ ചോദിച്ചു, അതൊന്ന് വിശദീകരിക്കാം, എങ്ങനെ ഈ കർത്താവിനെ രുചിച്ചറിയാൻ പറ്റുന്നത്? അപ്പോൾ എൻ്റെ കൂടെ സഹോദരി പറഞ്ഞു, ഞാൻ കുടുംബസ്ഥ ആയതിനു ശേഷം നീണ്ട 13 വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ട ഒരു വ്യക്തിയാണ്. എൻ്റെ കുടുംബത്തിലും സമൂഹത്തിലൊക്കെ ഞാനൊരു നിന്നാപാത്രമായിട്ട് ജീവിച്ചു. അവസാനം ഞാൻ വളരെ കണ്ണുനീരൊഴുക്കി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. 14ാമത്തെ വർഷത്തിൽ എനിക്കൊരു ആൺ പൈതന് നൽകി എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ഇത് കേട്ട വീട്ടമ്മ പറഞ്ഞു, ഞങ്ങളുടെ വിവാഹം നടന്നതോ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാ. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ഞങ്ങൾ വിവാഹം കഴിഞ്ഞു. കൃത്യം 11ാമത്തെ മാസത്തിൽ 2 ആൺകുട്ടികളെ, ഇരട്ട കുട്ടികളെ തന്ന് ഞങ്ങളുടെ ഗുരുവായൂരപ്പൻ ഞങ്ങളെ അനുഗ്രഹിച്ചു. വീട്ടമ്മ പറയുകയാണ്, നിങ്ങളുടെ കർത്താവിനേക്കാൾ ഞങ്ങളുടെ ഗുരുവായൂരപ്പ എത്രയോ വലിയവൻ. നമ്മുടെ സഹോദരിമാർക്ക് എന്ത് പറ്റി? പിന്നെ കാണുന്നത് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ വാക്കുകളില്ല, ഭാഷണമില്ല, ശബ്ദം കേൾപ്പാനുമില്ല. നമുക്കൊന്നും പറഞ്ഞ് മുമ്പോട്ട് പോകാൻ കഴിയാത്ത വണ്ണം അവർക്കൊരു വലിയ സാക്ഷ്യം ഇങ്ങോട്ട് പറയാനുണ്ട്. അതുകൊണ്ട് ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഏത് സാക്ഷ്യവും ഒരു അക്രൈസ്തവനായ ഒരു വ്യക്തിക്ക്, ഒരു അവിശ്വാസിക്കും പറയാൻ കഴിയുമെന്ന കാര്യം നാം ഒരിക്കലും വിസ്മരിക്കരുത്. 73ാം സങ്കീർത്തനം നിങ്ങൾ വായിക്കണം. അവിടെ പറയുകയാകുന്നു, അത്യുന്നതൻ ദൈവത്തിന് അറിവുണ്ടോ എന്ന് ചോദിക്കുന്ന നിരീശ്വരവാദിയായിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണ്,
അവൻ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഭൗതിക കാര്യങ്ങൾ നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും ദൈവം സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യുകയും ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് ഭൗതിക കാര്യങ്ങളുടെ സാക്ഷ്യമല്ല നമുക്ക് കൊടുക്കാനുള്ളത്. ഈ 70, 80, 90 വർഷം കൊണ്ട് തീരുന്ന ഒരു ചെറിയ ജീവിതത്തിന്റെ സാക്ഷ്യമല്ല നമുക്ക് കൊടുക്കാനുള്ളത്. നമ്മുടെ ആയുസ്സിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ എന്ത് പറയുന്നു എന്നത് ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ബൈബിൾ പറയുന്നു ഏറെയാൽ 70 അല്ലെങ്കിൽ 80. അത് കഴിഞ്ഞിട്ടുള്ള ജീവിതം വളരെ കഷ്ടവും പ്രയാസവുമാണ്. അതേ സ്ഥാനത്ത് തന്നെ ബൈബിൾ പറയുന്നു ഏത് മനുഷ്യനും ഉറച്ചു നിന്ന ഒരു ശ്വാസം മാത്രമാണ്. പിന്നെയും ബൈബിൾ പറയുന്നു നീ എൻ്റെ ആയുസ്സിനെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. ഞാനാണ് ഇപ്രകാരം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതാണ് 4 വിരൽ നീളമുള്ള ഒരു ജീവിതം എന്ന് വിചാരിക്കുക. ഇത് 70 അല്ലെങ്കിൽ 80 വയസ്സുകാരൻ്റെ ജീവിതം ഇത്രയാണ്. അദ്ദേഹം 40 വർഷം കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആയുസ് കുറഞ്ഞിരിക്കുകയാണ്, ചുരുങ്ങിയിരിക്കുകയാണ്. പിന്നെയും ഒരു 20 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെയും ചുരുങ്ങുകയാണ്. പിന്നെയും 10 കൂടി കഴിഞ്ഞപ്പോൾ പിന്നെയും ചുരുങ്ങുകയാണ്. ഇനി ഒരു 80 വയസ്സുകാരന് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം കിട്ടിയാൽ കിട്ടുന്ന ദിവസങ്ങൾ എത്രയാണ്? പലരും ചിന്തിക്കുന്നത് ലക്ഷങ്ങളാണ്, 10,000-ങ്ങളാണെന്ന്. പ്രിയമുള്ള 29,200 ദിവസമേ കിട്ടത്തുള്ളൂ. 80 വയസ്സുകാരന്റെ ആയുസാണ് 29,200. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത്ര ക്ഷണികമായ ഈ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ ഒരു ഹിന്ദുവിനും മുസ്ലിമിനും നിരീശ്വരവാദിക്കും ഉണ്ട് എന്നുള്ളത്, ക്രിസ്ത്യാനിക്കും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തിലെ വലിയ ധനവാന്മാരൊന്നും രക്ഷിക്കപ്പെട്ടവരല്ല, ഉന്നതമായ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവരൊന്നും രക്ഷിക്കപ്പെട്ടവരല്ല. അതുകൊണ്ട് നമ്മുടെ സാക്ഷ്യത്തിൽ ഭൗതികതയുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നതല്ല കൃത്യമായ സാക്ഷ്യം. പിന്നെ എന്താണെന്ന് നമ്മൾ ഓർക്കണം. ഇത് കാണുന്നത് താൽക്കാലികമാണ്. ബൈബിൾ പറയുന്നു കാണുന്നത് താൽക്കാലികം, എന്നാൽ കാണാത്തതോ നിത്യം. അനന്തമായ ഒരു ജീവിതമുണ്ട്. അവിടെ ക്ഷയമില്ല, മാലിന്യമില്ല, വാട്ടമില്ല, നാശമില്ല. കാണാത്തതോ നിത്യമാണ്. ക്ഷയമില്ല, വാട്ടമില്ല, കണ്ണുനീരില്ല, ദുഃഖവും ഉറവിളിയുമില്ല, അനന്തമായ ജീവൻ. ഈ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. യേശു ചെയ്ത എല്ലാം ഇവിടെ എഴുതിയിട്ടില്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ് യേശു ചെയ്തത് അനേകം കാര്യങ്ങളുണ്ട്. അത് ഒന്നൊന്നായിട്ട് എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ തന്നെ ലോകത്തിൽ ഒതുങ്ങുകയില്ല. എന്നാൽ അവിടെ പറയുന്നു, എന്നാൽ യേശു ദേവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും. എന്ത് ജീവനാ? ഈ പറയുന്ന 80 വയസ്സുകാരന്റെ ജീവനല്ല, അനന്തമായ നിത്യമായ ജീവൻ. സുവിശേഷത്തിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണ്? ഈ താൽക്കാലിക ജീവന്റെ ഉടമയെ നിത്യജീവനുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. അത് ക്രിസ്തുവിലൂടെ മാത്രം. അങ്ങനെ വരുമ്പോഴാണ് കർത്താവ് പറഞ്ഞത്, എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അനന്തമായ ജീവൻ, ക്ഷയമില്ല, കണ്ണുനീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ലാത്ത എന്നേക്കുമായിട്ട് കർത്താവിനോടൊപ്പം ചേർന്ന് ജീവിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, എന്നെ വിശ്വസിക്കണം, എൻ്റെ പിതാവിനെ വിശ്വസിക്കും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സാക്ഷ്യം നിത്യജീവനുമായി ബന്ധപ്പെട്ടതായിരിക്കണം. 3 കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. 1, യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? കാൽവരി കുരിശിൽ തൻ്റെ ജീവൻ നൽകി എന്നെ നിങ്ങളെ വീണ്ടെടുത്തു. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? എനിക്ക് വേണ്ടി പിതാവിന്റെ സന്നിധി മധ്യസ്ഥ ചെയ്യുന്നു. എനിക്ക് വേണ്ടി സ്വർഗം നിത്യത ഒരുക്കുന്നു. ഇനി എന്ത് ചെയ്യും? ഇനി എന്നെ ചേർത്തുകൊള്ളാൻ വീണ്ടും വരും. ഇതൊരു ഹിന്ദുവിന് പറയാൻ പറ്റത്തില്ല, ഒരു മുസ്ലിമിന് പറയാൻ പറ്റത്തില്ല, ഒരു നിരീശ്വരവാദിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ മരിച്ചാലും ജീവിക്കാം എന്ന് പറയാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രം. അതുകൊണ്ട് വ്യക്തിപരമായ സാക്ഷ്യത്തിൽ ഇപ്രകാരം പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നു, എൻ്റെ ജീവിതം 70, 80, 90 വർഷം കൊണ്ട് കഴിയും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് തീരുന്നില്ല, പിന്നെയും ഞാൻ ജീവിക്കാം. അവിടെ എനിക്ക് ദുഃഖവും കണ്ണുനീരും വേദനയും ഇല്ലാത്തൊരു രാജ്യമുണ്ട്, ഒരു സ്ഥലമുണ്ട്, അത് സ്വർഗമാണ്. ഞാൻ മരിക്കുമ്പോൾ അവിടെ പോകുമെന്നൊരു ഉറപ്പ് എനിക്കുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ നിങ്ങളോടും ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് അടുത്ത നമ്മുടെ പോയിന്റിലേക്ക് വരികയാണ്. 2 ചോദ്യങ്ങൾ അവരോട് ചോദിക്കാൻ പോവുകയാണ്. ആ ചോദ്യങ്ങൾ വാസ്തവത്തിൽ ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഈ മുഖവരിയുടെ 1, 2, 3, 4 പോയിന്റുകൾ നമ്മൾ കവർ ചെയ്യേണ്ടി വരുന്നത്. അതിനുവേണ്ടി അവരെ ഒരുക്കുകയായിരുന്നു.
എന്നിട്ട് നമ്മൾ അവരോട് പറയുകയാണ്, നമ്മളുടെ ജീവിതം എപ്പോൾ എവിടെ വെച്ച് അവസാനിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. മരണത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പരാമർശിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഏത് പത്രം എടുത്തു നോക്കിയാലും അതിൽ ഒരു പേജ് മുഴുവൻ നിര്യാതരായി എന്നവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ആരും പൈസ കൊടുത്ത് പരസ്യം ചെയ്യുന്നതല്ല, ഫ്രീ ആണ്. പക്ഷേ യാഥാർത്ഥ്യമാണ് മരണം. മരണത്തോടു കൂടി ജീവിതം അവസാനിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, അല്ലെങ്കിൽ സാറിനോട് ചോദിക്കട്ടെ, അല്ലെങ്കിൽ അങ്കിളിനോട് ചോദിക്കട്ടെ, അല്ലെങ്കിൽ ആന്റിയോട് ചോദിക്കട്ടെ, ഈ ലോക ജീവിതത്തിന് ശേഷം ഒരു മോക്ഷം അല്ലെങ്കിൽ ഒരു സ്വർഗം ലഭിക്കും എന്ന ഉറപ്പുണ്ടോ? അതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ആ ചോദ്യം ഇങ്ങനെയാണ്: താങ്കൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടോ? അത് ഉറപ്പുണ്ടോ എന്ന് നാം ചോദിക്കണമെങ്കിൽ നമുക്ക് ആ ഉറപ്പ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമില്ലാത്തൊരു വ്യക്തിക്ക് ഈ ശുശ്രൂഷ ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ ചോദ്യം ഇപ്രകാരം അവരോട് ചോദിക്കാൻ നമുക്കിടയാകണം: താങ്കൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടോ? അത് കഴിയുമ്പോൾ അവർ പറയും ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അവരെ ഒന്ന് അഭിനന്ദിക്കണം, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ട് എന്നറിഞ്ഞ വളരെ സന്തോഷമുണ്ട്. ഇനി ഓരോ വ്യക്തി പറയാണ്, അയ്യോ എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അപ്പോൾ ആ വ്യക്തിയോട് പറയാം, എനിക്കും ഒരു കാലത്ത് ഇതിനെപ്പറ്റി ഒരു വ്യക്തത ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് ആ വ്യക്തിയോട് താതാത്മ്യം പ്രാപിക്കുക. അല്ല, ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറേ ഇല്ല എന്നൊരാൾ പ്രതികരിച്ചു എന്ന് വിചാരിക്കൂ. തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. എപ്പോഴാണ് നമ്മുടെ ജീവിതം അവസാനിക്കുന്ന അറിയത്തില്ല. ചില ആനുകാലികമായ സംഭവം നിങ്ങൾക്ക് പറയാം. ഒരു വലിയൊരു പ്രസംഗികൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈക്കിന്റെ മുമ്പിൽ കുഴഞ്ഞു വീണ് മരിച്ചു. വയസ്സ് 42 ഉള്ളൂ. ഒരു മെഡിക്കൽ ഡോക്ടർ ഒരു രോഗിയുടെ ഹാർട്ട് ബീറ്റ് പരിശോധിക്കുകയായിരുന്നു. രോഗി അവിടെ സ്മാർട്ടായിട്ട് കസേരയിൽ ചാരിയിരിക്കുമ്പോൾ ഡോക്ടർ കസേരയിൽ നിന്ന് മറിഞ്ഞു വീണ് മരിച്ചു. നമ്മുടെ ആയുസ് ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഗൗരവമായി ചിന്തിക്കണം, അതിനപ്പുറം ഒന്നുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ് പിന്നെയും ആ കാര്യത്തെപ്പറ്റി അവരെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി ഒരാൾ പറയുകയാണ് സ്വർഗവും നരകവും ഇല്ല എന്നൊരാൾ പറഞ്ഞു എന്ന് വിചാരിക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ശരി, അദ്ദേഹത്തോട് പറയുക, താങ്കൾ സ്വർഗവുമില്ല എന്നും നരകമില്ല എന്നും ദൈവമില്ല എന്നും പറയുന്നു. പക്ഷെ ഞാൻ സ്വർഗമുണ്ട് എന്നും ദൈവമുണ്ട് എന്നും നരകമുണ്ടെന്നും വിശ്വസിക്കുന്നു. മാത്രമല്ല, ഞാൻ മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകുന്ന ഒരു ഉറപ്പ് എനിക്കുണ്ട്. ഞാൻ ഈ ഉറപ്പിൽ എങ്ങനെ എത്തിച്ചേർന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. കേൾക്കാൻ ഇഷ്ടമാണോ? തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അത് കേൾക്കുവാൻ അനേകം ആളുകൾ താല്പര്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് എൻ്റെ അനുഭവം. ഇവിടെ ആ വിധത്തിൽ അവരോട് ഇടപെടാം. ഇവിടെ ഏത് വിധേനയും അവരോട് സുവിശേഷം പങ്കിടുവാനായിട്ടുള്ളൊരു അവസരം ഒരുക്കുകയാണ് ഈ മുഖപുരയിലെ 5 സ്റ്റെപ്പുകളിലൂടെ നമ്മൾ ചെയ്തത്. ഇനി ഒരു വ്യക്തി ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കുക. എന്നിട്ട് അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ അഭിപ്രായത്തിൽ എങ്ങനെ ഉള്ളവരെയാണ് ദൈവം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്? അല്ലെ, താങ്കൾക്ക് സ്വർഗത്തിൽ പോകുവാനായിട്ട് കഴിയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സാധാരണഗതിയിൽ കിട്ടുന്ന ഉത്തരം ഇങ്ങനെ ആയിരിക്കും: ഞാൻ ഇന്നുവരെ ഒരു ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ല. അതിനോട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അദ്ദേഹത്തെ ഇന്നുവരെ അദ്ദേഹം ഉറുമ്പിനെ കണ്ടിട്ടില്ലെന്നോ ഒരു ഉറുമ്പ് അദ്ദേഹത്തെ കടിച്ചിട്ടില്ല എന്നല്ല എൻ്റെ അർത്ഥം. അദ്ദേഹം ഒരു നല്ലൊരു വ്യക്തിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. ആരെയും ദ്രോഹിച്ചിട്ടില്ല. അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കണം. താങ്കൾ ഒരു നല്ലൊരു വ്യക്തിയാണെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഇനി മറ്റൊരു കൂട്ടർ പറയും, ഞാൻ ഇന്നുവരെ ആർക്കും ഒരു ഉപകാരം ചെയ്തില്ലെങ്കിലും ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഇത് അനേകർ കൊണ്ടു നടക്കുന്ന ഒരു സ്വർണവാക്യമാണ്. വാസ്തവത്തിൽ നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് അതൊന്ന് വിശകലനം ചെയ്താൽ ഉപകാരവുമില്ല ഉപദ്രവവുമില്ല, ഗുണവുമില്ല ദോഷവുമില്ല എന്ന് പറഞ്ഞാൽ അത് എന്ത് വസ്തുവാ? അപ്പൊ അത് ഒരു നല്ല ഒരു ഉത്തരമല്ല. പക്ഷെ പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് ഇത് വലിയൊരു കാര്യമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. വരുന്ന വഴിയിൽ നിങ്ങളൊരു വാഹനം മുട്ടി രാത്രി 9:30-10 മണിയായി. അടുത്തുള്ള ഒരു ഓടയിലേക്ക് നിങ്ങൾ വീണു. തല പൊട്ടി, ഒരു കൈയും കാലും ഒടിഞ്ഞു. നിങ്ങൾ അവിടെ ആ ഓടയിൽ വീണ് കിടക്കുകയാണ്. ഇടിച്ചിട്ട വണ്ടി വിട്ടുപോയി. ചാറ്റ മഴ, ഇരുട്ട്, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. നിങ്ങൾ വേദനയെ കണ്ട് പുളയുന്നു. എഴുന്നേക്കാൻ മേല, കാരണം കൈയും കാലും ഒടിഞ്ഞു കിടക്കുക. നിങ്ങൾക്ക് ആ വാഹനം നിങ്ങളെ മുട്ടിയ വാഹനത്തിന്റെ ഉടമയോട് അല്ലെങ്കിൽ വാഹനം ഓടിച്ച വ്യക്തിയോടുള്ള മനോഭാവം എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് ദേഷ്യമായിരിക്കും. ആ മനുഷ്യന് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? പോട്ടെ, എന്നെ ഇടിച്ചിട്ടു, എന്നെ ഒന്ന് സഹായിക്കണ്ടേ? പല വികാരങ്ങൾ നമുക്കുണ്ട്. പക്ഷെ നിങ്ങൾ അവിടെ കിടക്കുകയാണ്. 1 മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി ഒരു ടോർച്ചുമായിട്ട് അതുവഴി വന്നു. നിങ്ങളുടെ ശബ്ദവും കരച്ചിലും ഒക്കെ കേട്ട് നിങ്ങളുടെ മുഖത്തേക്ക് അദ്ദേഹം ടോർച്ച് മിന്നിച്ചു. ആ പ്രകാശത്തിൽ
നിങ്ങളെ അദ്ദേഹത്തിന് മനസ്സിലായി, അതേ സമയത്ത് ആ പ്രകാശത്തിൽ നിങ്ങൾക്കും അദ്ദേഹത്തെ മനസ്സിലായി. അദ്ദേഹം നിങ്ങളുടെ സഭയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഉള്ളിൽ പെട്ടെന്നൊരു ചിന്തയുണ്ടായി, ഈയോ ഒരു ദൈവം തൻ്റെ ദൂതനെ അയച്ചതുപോലെ അദ്ദേഹത്തെ കൊണ്ടുവന്നല്ലോ. പക്ഷെ ആ വ്യക്തി ഒരക്ഷരം പോലും താങ്കളോട് മിണ്ടുന്നില്ല, താങ്കളെ സഹായിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. വന്ന വഴി അദ്ദേഹം മുമ്പോട്ടങ്ങ് പോവുകയാണ്. നിങ്ങളെ മനസ്സിലാക്കിയിട്ട് പോലും നിങ്ങൾക്ക് ഇപ്പോൾ ആ വ്യക്തിയോടുള്ള മനോഭാവം എന്താണ്? ഞാൻ പറയുന്നു, വാഹനം ഇടിച്ചിട്ട വ്യക്തിയേക്കാൾ നിങ്ങൾക്ക് കോപവും ക്രോധവും ഇപ്പൊ ഈ വ്യക്തിയോടാണ്. പക്ഷെ അദ്ദേഹം പറയുകയാണ്, ഞാൻ ആർക്കും ഒരു ഉപകാരം ചെയ്തില്ലെങ്കിലും ഞാനും ആരെയും ഉപദ്രവിക്കാത്ത വ്യക്തിയാണ്. മനസ്സിലായോ? ഉപകാരം ചെയ്തില്ല എങ്കിലും ഉപദ്രവിക്കാത്ത വ്യക്തി. അദ്ദേഹം ഉപദ്രവിച്ചില്ലല്ലോ. പക്ഷെ ഇപ്പോ നിങ്ങൾക്ക് ആ വ്യക്തിയോടാണ് ഏറ്റവും വലിയ ദേഷ്യം. എന്ന് പറഞ്ഞതുപോലെ ബൈബിൾ പറയുന്നത് നന്മ ചെയ്യണം എന്നറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. പക്ഷെ ആളുകൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു നല്ലൊരു വ്യക്തിയാണ്, അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കുക, ഓക്കെ താങ്കൾ വളരെ നല്ലൊരു വ്യക്തിയാണെന്ന് അറിഞ്ഞ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് എന്നിട്ട് പറയുക, എന്നാൽ ഈ കാര്യത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു എന്ന് താങ്കളോട് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത മെയിൻ പോയിന്റിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓടിച്ചു പറയട്ടെ. മുഖവുരയിൽ 5 കാര്യങ്ങളാണ്. ഒരു വ്യക്തിയോട് സുവിശേഷം പറയുന്നതിന് മുമ്പ് ആ വ്യക്തിയെ ഒന്ന് പരിചയപ്പെടണം, ആ വ്യക്തിയുടെ ആത്മീയ പശ്ചാത്തലം മനസ്സിലാക്കണം, നമ്മൾ എന്തിനു വേണ്ടി അവിടെ ചെന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തെ വെളിപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ വ്യക്തിപരമായ സാക്ഷ്യത്തിലൂടെ കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇനി എന്ത് ചെയ്യും എന്ന ഒരു ചുരുങ്ങിയ ഒരു സാക്ഷ്യത്തിലൂടെ അദ്ദേഹത്തിന്റെ ഉള്ളത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ തക്കവണ്ണം 2 ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തോട് സുവിശേഷം പങ്കിടുവാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുകയാണ് നമ്മൾ മുഖവുരയിൽ ചെയ്യുന്നത്. അതിന് ഒരു 3, 4, 5 മിനിറ്റുകൾ മാത്രമേ എടുക്കാവൂ. അപ്രകാരം അത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത മെയിൻ പോയിന്റിലേക്ക് വരുന്നു, സുവിശേഷം. ബൈബിളിൽ സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ആദ്യമായി പരാമർശിച്ചിരിക്കുന്നത് എവിടെയാണ്? അതെ, നിങ്ങൾ പറയുന്നു ഉൽപ്പത്തിയിലാണ് യേശുവിനെ കുറിച്ച് ആദ്യമായിട്ട് പരാമർശിക്കുന്നത്. ഓക്കെ, ശരിയാണ്. ഉൽപ്പത്തിയിൽ എവിടെയാണ്? ഓക്കെ, ഉൽപ്പത്തി 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്ന സ്ഥലത്താണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സുവിശേഷം പറയാൻ തുടങ്ങുമ്പോൾ ഉൽപ്പത്തിയിൽ തുടങ്ങിയാൽ എവിടെ അവസാനിപ്പിക്കുക? ഓക്കെ, ഉൽപ്പത്തിയിൽ തുടങ്ങിയാൽ വെളിപ്പാടിൽ അവസാനിപ്പിക്കുക. വളരെ നല്ലൊരു ഉത്തരമാണ്. കാര്യം നമുക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ 66 പുസ്തകങ്ങളുണ്ട്. ഉൽപ്പത്തിയിൽ തുടങ്ങിയാൽ സ്വാഭാവികമായിട്ട് വെളിപ്പാടിലാണ് അവസാനിപ്പിക്കുന്നതെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. അങ്ങനെ ഉൽപ്പത്തിയിൽ തുടങ്ങി വെളിപ്പാടിൽ അവസാനിപ്പിക്കാൻ പോകുമ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുകൾ പുറപ്പാടാകാനുള്ള സാധ്യതയും ഉണ്ട് എന്ന കാര്യം നാം മറന്നു പോകരുത്. നമുക്ക് 5-10 മിനിറ്റുകളാണ് ഒരു വീട്ടിൽ സുവിശേഷം പറയാൻ കിട്ടുന്നതെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് പറയുവാനായിട്ട് കഴിയണം. അതുകൊണ്ട് സുവിശേഷം ഒരു ക്യാപ്സ്യൂളായിട്ട്, ടാബ്ലറ്റായിട്ട് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കണം. 5 കാര്യങ്ങളാണ് അതിനുള്ള ബന്ധത്തിൽ അവിടെ പറയാനുള്ളത്. മുഖവുരയിൽ 5 സബ് പോയിന്റ്സുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സുവിശേഷത്തിലും 5 സബ് പോയിന്റ്സ്. ഒന്നാമത്തേത് ദൈവത്തിന്റെ കൃപ എന്താണ്, അതിനെക്കുറിച്ച് പറയണം. കൃപ ലഭിക്കേണ്ടത് ആർക്കാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അത് മനുഷ്യൻ. അപ്പം കൃപ മനുഷ്യൻ. അത് കഴിയുമ്പോൾ കൃപ മനുഷ്യന് ആരാ കൊടുക്കുന്നത് എന്ന് പറയണം. അതാണ് കൃപ മനുഷ്യന് കൊടുക്കുന്നത് ദൈവമാണ് എന്ന കാര്യം നമ്മൾ വെളിപ്പെടുത്തുകയാണ്. ഇപ്പൊ കൃപ മനുഷ്യന് ദൈവം ആരിലൂടെ കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് യേശുക്രിസ്തുവിലൂടെയാണ്. അപ്പോൾ കൃപ മനുഷ്യന് ദൈവം യേശുക്രിസ്തുവിലൂടെ കൊടുക്കുമ്പോൾ അത് ഒരു വ്യക്തിക്ക് സ്വന്തമാകുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താൽ. അപ്പോൾ സുവിശേഷത്തിലെ 5 പോയിന്റ്സുകൾ ഇവ മാത്രമാണ്: കൃപ, മനുഷ്യൻ, ദൈവം, യേശുക്രിസ്തു, വിശ്വാസം. ഇനി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അസ്ഥി കഷ്ണങ്ങളിൽ മജ്ജയും മാംസവും വെച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. ഒരാളുടെ മുമ്പിൽ പോയിട്ട് കൃപ, മനുഷ്യൻ, ദൈവം, യേശുക്രിസ്തു, വിശ്വാസം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകത്തില്ല. നമ്മൾ പിന്നെയും ഈ അസ്ഥികളിൽ മജ്ജയും മാംസം വെച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 2 ചോദ്യങ്ങൾ ചോദിച്ച കാര്യം ഓർക്കുന്നുണ്ടല്ലോ. ഒന്നാമത്തെ ചോദ്യം, താങ്കൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടോ? അതിന് അവർ പറഞ്ഞ പ്രതികരണം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ചിലർ പറഞ്ഞു കാണും, ഉറപ്പുണ്ട്, ഞാൻ നല്ല വ്യക്തിയായതുകൊണ്ട്. ഇനി ചിലർ പറയും, എനിക്ക് ഉറപ്പില്ല, ഞാനൊരു പാപിയാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന്. ഇനി ഒരാൾ പറയുന്നു, സ്വർഗവും നരകവും ഒന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോയാൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ വിശ്വാസത്തിൽ
നിങ്ങൾക്ക് ലഭിക്കുന്ന രക്ഷയെക്കുറിച്ച് എങ്ങനെ കിട്ടുമെന്നതിനെ കുറിച്ച് നിങ്ങൾ അവരോട് വിവരിക്കാൻ പോവുകയാണ്. അപ്പോൾ സുവിശേഷത്തിന്റെ ഭാഗത്തേക്ക് നമുക്ക് വരാം. ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് കൃപ. അത് ഒരു അസ്ഥി കഷ്ണമായിട്ട് ഉള്ളിൽ സൂക്ഷിച്ചിട്ട് അവരോട് പറയുക, സ്വർഗം അല്ലെങ്കിൽ രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. അത് വില കൊടുത്തു വാങ്ങാനോ സമ്പാദിക്കുവാനോ സാധ്യമല്ല. രണ്ട് സബ് പോയിന്റ്സുകളാണ് കൃപ എന്ന് പറയുന്ന പോയിന്റിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? സ്വർഗം ദൈവം തരുന്ന ദാനമാണ്. തുടർന്ന് റോമർക്ക് ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം അവരെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. വായിക്കുവാനായിട്ട് ബൈബിൾ തുറക്കുകയും സമയം കൂടുതൽ എടുക്കുകയും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചിട്ട് അവരോട് പറയുക. പ്രകാരം പറയാം, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ നിത്യജീവൻ. അപ്പൊ പാപത്താൽ നമുക്ക് ലഭിക്കുന്നത് മരണമാണ്, ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് കിട്ടുന്നത് നിത്യജീവനാണ് എന്ന കാര്യം ഒന്ന് വിശദീകരിച്ചു കൊടുക്കുക. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ അതിന്റെ 1-ാം വാക്യം ഇപ്രകാരമാണ് എഴുതപ്പെട്ടിരിക്കുന്നത്: നമ്മുടെ ശരീരം ഒരു കൂടാരമാണ്. കൂടാരമായ ഈ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ അവിടെ സ്വർഗം ഒരു കെട്ടിടം, അതിലേക്കുള്ള അത് ദാനമായിട്ട് ലഭിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ രക്ഷ അല്ലെങ്കിൽ സ്വർഗം ദൈവത്തിന്റെ ദാനമാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. നമ്മൾ ഈ വാക്യം പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കുക. യോഹന്നാൻ എന്ന് പറയുന്ന കർത്താവിന്റെ ശിഷ്യനായിരുന്ന അപ്പോസ്തലന് കിട്ടിയ ഒരു ദർശനമാണ്. ആ ദർശനത്തിൽ ഒരു കൂട്ടം പുരുഷാരം നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയുകയാണ്, രക്ഷ ദൈവത്തിന്റെ ദാനമാണ്, ദാനമാണ്, ദാനമാണ്. അത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും, ഇവിടെ കുഞ്ഞാടെന്ന് ഉദ്ദേശിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ആ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ദാനമാണ് രക്ഷ എന്ന് അവർക്കത് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നമുക്ക് സമ്പാദിക്കാനോ വിലയ്ക്ക് വാങ്ങുവാനോ സാധ്യമല്ല, സ്വയം നേടിയെടുക്കുവാനായിട്ട് സാധ്യമല്ല എന്ന് പറയുക. എഫെസ്യർ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ അത് വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ ഇപ്രകാരം പറയുന്നു: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അതുകൊണ്ട് നമ്മുടേതായ പ്രവൃത്തികൾ കൊണ്ട് ഈ രക്ഷ നേടിയെടുക്കുവാൻ സാധ്യമല്ല എന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. അപ്പൊ രക്ഷ ദൈവത്തിന്റെ ദാനമാണ്, അത് കൃപയാലാണ് ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ ആളുകൾക്കൊരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ദാനമാണെങ്കിൽ പിന്നെ എന്തും ചെയ്യാമല്ലോ, എങ്ങനെയും ജീവിക്കാമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവിടെയാണ് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വരുന്നത്. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. എന്തുകൊണ്ടാണ് ദാനമായി ലഭിക്കുവാൻ കാരണം? ഞാൻ അടുത്ത പോയിന്റ് പറയുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാകും. അവിടെ പറയുന്നു, മനുഷ്യൻ പാപിയാണ്. മനുഷ്യൻ പാപിയായതുകൊണ്ട് അവന് സ്വയം രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇത് ദാനമായിട്ട് മനുഷ്യന് കിട്ടുവാൻ. രക്ഷ കിട്ടണമെങ്കിൽ അവന്റെ ഒരു പ്രവൃത്തി കൊണ്ടും സാധ്യമല്ല, കാരണം അവൻ കൊടും പാപിയാണ്. റോമർക്ക് ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം, ദൈവം സ്വർഗത്തിൽ നോക്കി നീതിമാൻ ഉണ്ടോന്ന് കാണാൻ, എന്നിട്ട് ദൈവം പറഞ്ഞു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, അല്ലെങ്കിൽ ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ ദൈവീയ തേജസ് കുറച്ചു പേർക്ക് കൂടുതൽ നഷ്ടപ്പെട്ടു എന്നും കുറച്ചു പേർക്ക് കുറച്ച് ഉണ്ട് എന്നൊക്കെയാണ്. പക്ഷെ ബൈബിൾ പറയുന്നു ഒരുപോലെ നഷ്ടപ്പെട്ടു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾക്കും ജയിലിൽ അകപ്പെടാത്ത ഇവിടെ നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കും ദൈവിക തേജസ് നഷ്ടപ്പെട്ടത് ഒരുപോലെ തന്നെയാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്, 7-ാം അധ്യായം 20-ാം വാക്യം. ആ വചനം ഇപ്രകാരമാണ്: പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല എന്നാണ്. അപ്പൊ ചിലർക്ക് സ്വയം ഞങ്ങൾ നീതിമാന്മാരാണ്, വിശുദ്ധന്മാരാണെന്ന് ചിന്തിക്കുമ്പോൾ ഈ വചനം ദൈവാത്മാവിൽ നമ്മോട് പറയുന്നു, ലോകത്തോട് വിളിച്ചു പറയുന്നു, പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല എന്ന്.
മാത്രമല്ല സദൃശവാക്യം 20-9 ഇങ്ങനെ ഒരു വചനമുണ്ട്. അവിടെ ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാപം ഒഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നെന്ന് ആർക്ക് പറയാം? ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പറയാൻ കഴിയുമോ? ഞാൻ 100% പെർഫെക്റ്റ് ആണ്, വിശുദ്ധനാണ്? ഒരിക്കലും ഒരാൾക്കും പറയാൻ സാധ്യമല്ല. 143 സങ്കീർത്തനം അതിൻ്റെ 2 വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: അടിയനെ ന്യായവിസ്താരത്തെ പ്രവേശിപ്പിക്കരുതേ, ജീവനുള്ളവനാരും തിരുസന്നെ നീതിമാനാകെയില്ലല്ലോ. ഞാൻ പറയുന്നത് ഇതൊരു പ്രാർത്ഥന മാത്രമല്ല, ഇതൊരു മുൻകൂർ ജാമ്യം കൂടി എടുക്കലാണ്. എന്നെ കോടതി കയറ്റരുത്, വിസ്തരിക്കരുത്, ഞാൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ പിന്നെ ഞാൻ ശിക്ഷിക്കപ്പെടേണ്ടി വരും. അതിനേക്കാൾ നല്ലത് എന്നെ വിസ്തരിക്കരുത് എന്ന് പറയുന്നത് പോലെയാണ്. വളരെ രസകരമായൊരു കാര്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വചനമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായം അതിൻ്റെ 6 വാക്യത്തിൽ ഒരു ചോദ്യവും ഒരു ഉത്തരവും. ചോദ്യം ഇങ്ങനെയാണ്: നമുക്ക് രക്ഷ ലഭിക്കുമോ? എന്നിട്ട് പറയുകയാണ്, ഞങ്ങളുടെ നീതി പ്രവർത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെ. ചീത്ത പ്രവൃത്തിയുടെ റിപ്പോർട്ടല്ല ഇത്, നീതി പ്രവർത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെ. നോക്കൂ, യെശയ്യാ പ്രവാചകൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞങ്ങൾക്ക് രക്ഷ ഉണ്ടാകുമോ? ഞങ്ങളുടെ നീതി പ്രവർത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെ. ഇതുകൊണ്ടാ പറഞ്ഞത്, ഒരു വ്യക്തിയുടെയും സ്വന്തം പ്രവൃത്തികളാൽ രക്ഷ ലഭിക്കുകയില്ല. ഇവിടെ സ്വാഭാവികമായിട്ടൊരു ചോദ്യം കേൾവിക്കാർക്കുണ്ടാക്കാൻ സാധ്യതയുണ്ട്. നീതി പ്രവൃത്തികൾ എന്തുകൊണ്ട് ഇങ്ങനെയാകുന്നു? എൻ്റെ ചീത്ത പ്രവൃത്തികളൊക്കെ കറപുരണ്ട തുണി പോലെയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാകുവാൻ. പക്ഷെ നീതി പ്രവൃത്തികൾ എങ്ങനെ ഇങ്ങനെയായി? ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ശരീരം മുഴുവൻ വ്രണം നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഒരു കുഷ്ഠരോഗിയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എൻ്റെ കൈവിരലുകൾ പലതും അഴുകി പോയിട്ടുണ്ട്, വല്ലാത്ത ദുർഗന്ധമാണ്. ഈ കൈ കൊണ്ട് ഒരു പീസ് അലുവയോ കേക്കോ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് എടുത്ത് തന്നാൽ നിങ്ങൾ കഴിക്കുമോ? കേക്കിൻ്റെ കുഴപ്പമല്ലല്ലോ, അലുവയുടെ കുഴപ്പമല്ലല്ലോ, വിളമ്പിയ കരം അശുദ്ധമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ചെയ്തത് നല്ല കാര്യമാ, പക്ഷെ ചെയ്തവൻ പാപിയാ. പാപിയുടെ നീതി പ്രവർത്തികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കറപുരണ്ട തുണി പോലെയാണ്. അതുകൊണ്ടാണ് എൻ്റെയും നിങ്ങളുടെയും യാതൊരു നീതി പ്രവൃത്തി കൊണ്ടും നമുക്ക് രക്ഷ ലഭിക്കുകയില്ല എന്ന് പറയുന്നത്. ഇത് അവരോട് പറയുക. അതുകൊണ്ട് മനുഷ്യൻ പാപിയാണ്, അവന് സ്വയം രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. മൂന്നാമതായിട്ട് ഇവിടെ ഒരു ഉദാഹരണം കൂടി നമുക്ക് അവരോട് പറയുവാനായിട്ട് കഴിയണം. ചിലർ പറയാറുണ്ട്, ഞാൻ അങ്ങനെ ഒത്തിരി പാവമൊന്നും ചെയ്തിട്ടില്ല. പിന്നെ 1-2 ആ വ്യക്തികളോട് നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ നമ്മുടെ വിഷയം കുറച്ചുകൂടി വ്യക്തമാക്കി കൊടുക്കുക. അപ്പോൾ അദ്ദേഹത്തോട് പറയുക, ഇവിടെ ഒരു വലിയൊരു കനാലുണ്ട്, ഒരു 10 അടി വീതിയുള്ള കനാൽ. ഈ കനാലിൻ്റെ ഈ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് വരണം, 10 അടി ചാടണം. പക്ഷെ ഒരാൾ ഓടി വന്ന് എടുത്ത് ചാടി 9.25 അടി ചാടി. പക്ഷെ എവിടെ പോയെന്നറിയാമോ? വെള്ളത്തിലേക്ക് പോയി. വേറെ ആൾ ചാടാൻ ശ്രമിച്ചപ്പോൾ 5 അടിയേ ചാടാൻ പറ്റിയോളൂ, ആ വ്യക്തിയും വെള്ളത്തിൽ പോയി. ഇനി മറ്റൊരാൾ ചാടാൻ ശ്രമിച്ചപ്പോൾ കാലൊന്ന് ഉളുക്കിയിട്ട് 1 അടിയേ ചാടാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക, ആ വ്യക്തിയും വെള്ളത്തിൽ പോയി. നോക്കുക, 9.25 അടി ചാടിയ വ്യക്തിയും 1.5 അടി ചാടിയ വ്യക്തിയും 5 അടി ചാടിയ വ്യക്തിയും കനാലിൽ 10 അടി ചാടി കിടക്കണമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവം നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ഒരെണ്ണം ലംഘിക്കുന്നവൻ സകലവും ലംഘിച്ചതിന് തുല്യമെന്നാണ് യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത്. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു, നിങ്ങൾ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. അതുകൊണ്ട് നമ്മുടെ സ്വന്തം പ്രവൃത്തികളാലോ പരിശ്രമത്താലോ നമുക്ക് രക്ഷ ലഭിക്കുവാൻ സാധ്യമല്ല എന്ന് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ സുവിശേഷത്തിന്റെ 2 പോയിന്റ്സുകൾ പഠിച്ചു കഴിഞ്ഞു. കൃപ, 2 മനുഷ്യൻ, അടുത്ത ദൈവം. ദൈവത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ നമ്മൾ സുവിശേഷം പറയുമ്പോൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. ഒന്ന്, ദൈവം നീതിമാനാണ്, അതുകൊണ്ട് പാപത്തെ ശിക്ഷിച്ചേ തീരൂ. ബൈബിളിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, പാപത്തെ ശിക്ഷിക്കുക അത് ദൈവത്തിന്റെ നീതിയാണ്. പാപത്തിന്റെ ശമ്പളം മരണം. അതുകൊണ്ട് മനുഷ്യന്റെ സ്വന്തം പ്രവൃത്തികളാൽ
അവൻ ഒരിക്കലും അതിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ സാധ്യമല്ല. ഞാൻ താണ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും ഞാൻ മരിച്ചവനാണ്. ആ അവസ്ഥയിലായിരിക്കുന്ന വ്യക്തിക്ക് സ്വയം രക്ഷ പ്രാപിക്കുവാൻ സാധ്യമല്ല. ദൈവം നീതിമാനായതുകൊണ്ട് പാപത്തെ ശിക്ഷിച്ചേ മതിയാവൂ. എന്നാൽ അതേ ദൈവം കൃപാലുവാണ്, മനസ്സലിവുള്ളവനാണ്. അതുകൊണ്ട് പാപിയെ ശിക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. പാപത്തെ ദൈവം വെറുക്കുന്നു, പാപിയെ സ്നേഹിക്കുന്നു. യെരമ്യാവിന്റെ പുസ്തകം 31-ാം അധ്യായം 3-ാം വാക്യവും സങ്കീർത്തനം 103-8 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിലും ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അവൻ നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. അവൻ മനസ്സലിവുള്ള ദൈവമാണ്, പിതാവാണ്. നമ്മെ പാപത്തിൽ നിന്നും നിത്യ നരകത്തിൽ നമ്മെ രക്ഷിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തെക്കുറിച്ച് 2 കാര്യങ്ങളാണ് നമ്മൾ വ്യക്തമാക്കേണ്ടത്. ദൈവം നീതിമാനാണ്, അതുകൊണ്ട് പാപത്തെ ശിക്ഷിക്കും. ദൈവം കൃപയുള്ളവനാണ്, അതുകൊണ്ട് പാപിയെ രക്ഷിക്കണം. ഈ ദൈവത്തിൻ്റെ നീതിയും കൃപയും ദൈവം എങ്ങനെയാണ് പ്രാവർത്തികമാക്കിയത് എന്നതാണ് നമ്മൾ അടുത്ത പോയിന്റിലൂടെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ കൃപയെക്കുറിച്ച് പറഞ്ഞു, മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. അടുത്ത പോയിന്റ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നു. യേശുക്രിസ്തു ആരാണ്? അവൻ സാക്ഷാൽ ദൈവവും സാക്ഷാൽ മനുഷ്യനും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഇന്ന് അനേകർ ചിന്തിക്കുന്നത് യേശു ഒരു കുട്ടി ദൈവമാണെന്ന് എന്നും ചിന്തിക്കുന്ന അനേകരുണ്ട്. പ്രിയമുള്ളവരെ, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അവൻ സാക്ഷാൽ ദൈവവും സാക്ഷാൽ മനുഷ്യനും. ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന വ്യക്തിയാണ് യേശുക്രിസ്തു. എന്തിനു വേണ്ടി? മനുഷ്യരുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി. യേശുക്രിസ്തു എന്ത് ചെയ്തു എന്ന് വ്യക്തമാക്കി കൊടുക്കുക. യേശുക്രിസ്തു സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി. ഇവിടെ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിലൂടെ ഈ വിഷയം കുറച്ചുകൂടി ആളുകൾക്ക് വ്യക്തമാക്കി കൊടുക്കാൻ കഴിയണം. ഞാനൊരു ഉദാഹരണത്തിലൂടെ ഈ കാര്യം വ്യക്തമാക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ നീതിയും ദൈവം എങ്ങനെ വെളിപ്പെടുത്തി? അപ്പോൾ നിങ്ങൾ ഒരാളോട് സുവിശേഷം പറയുമ്പോൾ ആ വ്യക്തിയോട് പറയുക, ദൈവം തൻ്റെ നീതിയും ദൈവത്തിൻ്റെ കൃപയും വെളിപ്പെടുത്തി ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കട്ടെ. എന്നിട്ട് അദ്ദേഹത്തോട് പറയുക, എൻ്റെ ഇടത്തെ കൈ താങ്കളാണെന്ന് വിചാരിക്കുക. ഇത് മുഴുവൻ താങ്കൾ ചെയ്തു പോയ പാപമാണെന്ന് സങ്കല്പിക്കുക. ഈ പാപവുമായിട്ട് വിശുദ്ധനും നീതിമാനുമായ ദൈവം വസിക്കുന്ന സ്ഥലമായി സ്വർഗത്തിൽ പോകാൻ കഴിയുമോ എന്ന് ചോദിക്കുക. നിങ്ങളുടെ സംഭാഷണം കൃത്യമായി കേട്ട് ഫോളോ ചെയ്ത വ്യക്തിയാണെങ്കിൽ പറയും, പാപവുമായിട്ട് പോകാൻ പറ്റത്തില്ല, കാര്യം ദൈവം വിശുദ്ധനാണല്ലോ. സ്വാഭാവികമായിട്ട് അദ്ദേഹം അത് പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം മനസ്സിലാക്കി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മാത്രമല്ല, ആ വ്യക്തിയോട് പറയുക, നിങ്ങൾ പാപം മാത്രമല്ല വളരെയധികം നന്മകൾ കൂടി ചെയ്തിട്ടുണ്ട്. പാപം ഇത്രയേ ഉള്ളൂ, പക്ഷെ നന്മ ഇത്രമാത്രമുണ്ട്. പാപത്തിൻ്റെ വളരെ ഇരട്ടി നന്മകളുണ്ട്. കുറച്ച് പാപവും കൂടുതൽ നന്മയും. ഈ അവസ്ഥയിലാണെങ്കിലോ മിക്കവാറും ആളുകൾ പറയുന്ന ഉത്തരം ഇതാണ്, അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പോകാം. അവിടെയാണ് നിങ്ങൾ അവരെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. എങ്ങനെ കറക്റ്റ് ചെയ്യാം? ഒരുവൻ ദൈവത്തിന്റെ പ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. 99% നിങ്ങൾ ഓക്കെ, പക്ഷെ 1% നിങ്ങൾ തെറ്റിപ്പോയി. ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാൻ സാധ്യമല്ല. മറ്റൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടി അവർക്കത് വ്യക്തമാക്കി കൊടുക്കാം. ഇന്ന് എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണല്ലോ. 10 നമ്പർ ഡയൽ ചെയ്യണം. നിങ്ങൾ അവരോട് ചോദിക്കുക, നിങ്ങൾ 10 നമ്പർ ഡയൽ ചെയ്തപ്പോൾ അതിൽ ഒരു നമ്പർ തെറ്റിപ്പോയി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ? 9 നമ്പരും കറക്റ്റായിരുന്നു, പക്ഷെ ഒരു നമ്പർ മാത്രമേ തെറ്റിപ്പോയുള്ളൂ. അതെ പ്രിയമുള്ളവർ, ഒരു നമ്പർ തെറ്റിയാൽ ഉദ്ദേശിക്കുന്ന ആളുമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. ഒരു നമ്പർ വിട്ടുപോയാലോ കോണ്ടാക്ട് ലഭിക്കുകയില്ല. വിശുദ്ധ വേദപുസ്തകം അങ്ങനെ തന്നെ പറയുന്നു. നിങ്ങളുടെ നീതി പ്രവൃത്തികൾ ഒക്കെയും കറപുരണ്ട തുണി പോലെ ആകാൻ കാരണം ഈ തിന്മ ഉണ്ട് എന്നുള്ളതാണ്. ഈ അവസ്ഥയിൽ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ട് ഒന്നിൽ തെറ്റിയാൽ സകലത്തിനും കുറ്റക്കാരാണ്. അപ്പൊ ഈ അവസ്ഥയിൽ അങ്ങോട്ട് പോകാൻ കഴിയുമോ? അവരോട് ഒന്നുകൂടി ചോദിക്കുമ്പോൾ അവർ പറയും, അങ്ങനെയാണെങ്കിൽ പോകാൻ പറ്റത്തില്ല. ഇവിടെയാണ് ദൈവത്തിന്റെ
കൃപയെക്കുറിച്ച് എനിക്ക് പറയാൻ താല്പര്യമുള്ളത്. എൻ്റെ വലത്തെ കൈ യേശുക്രിസ്തു ആണെന്ന് ഓർക്കുക. എൻ്റെ ഇടത്തെ കൈ നിങ്ങൾ ചെയ്ത നന്മയും തിന്മയും. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എങ്കിൽ എൻ്റെ വലത്തെ കൈ യേശുക്രിസ്തുവാണ്. യേശു കർത്താവ് വന്നിട്ട് താങ്കളുടെ മുഴുവൻ അയോഗ്യതയെയും പൂർണ്ണമായിട്ട് കർത്താവ് എടുത്തു മാറ്റി. നോക്കൂ, നിങ്ങൾ സ്വതന്ത്രനായി, നിങ്ങളുടെ പാപം മോചിക്കപ്പെട്ടു. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് എവിടെ പോകാം? നിങ്ങൾ അവരോട് ചോദിച്ചാൽ അവർ പറയും, ഈ അവസ്ഥയിലാണെങ്കിൽ സ്വർഗത്തിൽ പോകാം. എന്തുകൊണ്ടെന്ന് ചോദിക്കണം. അതാ നിങ്ങളുടെ പാപം ഇതാ യേശു കർത്താവ് ഏറ്റെടുത്തു. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവരെ പ്രോത്സാഹിപ്പിക്കുക. എന്നിട്ട് അവരോട് പറയുക, യേശുവിനെ കണ്ടപ്പോൾ ഒരു പ്രവാചകൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അക്ഷരാർത്ഥത്തിൽ യേശു കർത്താവ് അതാ ചെയ്തത്. യേശു കർത്താവിന്റെ പ്രധാന ശിഷ്യനായ പത്രോസ്ലീഹ തന്റെ ലേഖനത്തിൽ ദൈവാത്മാവ് ഇങ്ങനെ എഴുതി, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് ക്രിസ്തു തന്റെ ജഡത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശന്മേൽ കയറി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു. അതേ പ്രിയമുള്ളവരെ, യേശു കർത്താവ് എന്റെയും നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തമാണ് മുറിവേറ്റത്. എന്റെയും നിങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തമാണ് തകർന്നത്. അവന്റെ അടിപ്പിടനയാൽ ആണ് നമുക്ക് സൗഖ്യം, രക്ഷ ലഭിച്ചത്. ഇതാണ് സുവിശേഷം. ഇത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ ഉദാഹരണങ്ങളിലൂടെ വെളിപ്പെടുത്തി കൊടുത്താൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഒരാളുടെ ഹൃദയത്തിൽ സുവിശേഷം പകർന്നു കൊടുക്കുവാനായിട്ട് കഴിയും. അപ്പോൾ സുവിശേഷത്തിന്റെ 5 പോയിന്റ്സുകളിൽ നമ്മൾ 4 പോയിന്റ്സുകൾ കവർ ചെയ്തു. എന്തൊക്കെയാണ്? കൃപ, ദൈവത്തിന്റെ ദാനമാണ് സ്വർഗം. അത് വിലയ്ക്ക് വാങ്ങാനോ സമ്പാദിക്കാനോ സാധ്യമല്ല. കാരണം മനുഷ്യൻ പാപിയാണ്, അതുകൊണ്ട് അവൻ സ്വയം രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. ദൈവം നീതിമാനാണ്ട് പാപത്തെ ശിക്ഷിക്കും, ദൈവം കൃപയുള്ളവനാണ്ട് പാപിയെ രക്ഷിക്കും. ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ കൃപയും ഒരുപോലെ വെളിപ്പെടുത്തിയതാണ് യേശു ക്രിസ്തുവിൽ. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തെ യേശു ഏറ്റെടുത്തു. നാം അനുഭവിക്കേണ്ട ശിക്ഷ മുഴുവൻ യേശു അനുഭവിച്ചു, മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇതൊരു ചരിത്ര സത്യമാണ്. ഈ സത്യം ബുദ്ധി കൊണ്ട് അറിയുന്നതല്ല വിശ്വാസം എന്ന് പറയുന്നത്. പിന്നെ എന്താണ് വിശ്വാസം? വിശ്വാസം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ബുദ്ധിപരമായ അറിവോ താൽക്കാലികമായ ആശ്രയമായല്ല. AD എന്നും BC എന്നും ചരിത്രത്തെ 2ആയി വിഭജിച്ചു എന്നുള്ളത് ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും അറിയാം. ആ അറിവല്ല വിശ്വാസം, ക്രിസ്തീയ വിശ്വാസം, രക്ഷിക്കുന്ന വിശ്വാസം. പിന്നെ എന്താകുന്നു? എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, എൻ്റെ രക്ഷയ്ക്കായി യേശു കുരിശിൽ മരിച്ചു. എൻ്റെ അകൃത്യങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു. എൻ്റെ അതിക്രമങ്ങൾ നിമിത്തം അവൻ തകർന്നു. എൻ്റെ രക്ഷയ്ക്കുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം ലഭിച്ചു. ആ യേശു എൻ്റെ രക്ഷകനാണ്, എൻ്റെ കർത്താവാകുന്നു എന്നൊരു വ്യക്തി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് ആ വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സുവിശേഷത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാകുന്നു ജീവൻ. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്ക് എത്തുകയില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതേ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിലൂടെയുള്ള പാപമോചനവും രക്ഷയും സമൂഹത്തോട് വിളിച്ചു പറയുവാൻ ഈ സുവിശേഷം മുഖാന്തരം മാത്രമേ കഴിയുള്ളൂ. വളരെ വ്യക്തമായിട്ട്, ലളിതമായിട്ട് ഈ ഉദാഹരണങ്ങളിലൂടെയും ഈ വചനങ്ങളിലൂടെയും അവരുടെ ഹൃദയത്തിലേക്ക് ഈ സുവിശേഷം പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ വിശ്വാസം എന്താണ് ഞാൻ വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം കൂടി പറയട്ടെ. ഇപ്പം ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. എനിക്ക് വളരെയധികം ക്ഷീണമുണ്ട്, എനിക്ക് കാല് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ കിടന്ന കസേര എടുത്ത് ഞാനത് ഇവിടെ കൊണ്ടിട്ടു. നല്ല കസേരയാണ്. ഈ കസേരയിൽ ഇരുന്നാൽ ഈ കസേരൻ്റെ ഭാരം വഹിക്കുമെന്ന് എനിക്കറിയാം. ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ആശ്വാസം ലഭിക്കുമെന്ന് അറിയാം. അതുകൊണ്ട് വളരെ ദൂരെ കിടന്ന കസേര എടുത്ത് ഞാനിപ്പോൾ ഇവിടെ കൊണ്ടിട്ടു. ഇപ്പം എനിക്ക് വളരെ ആശ്വാസമാണോ അല്ലയോ? അല്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കസേര കൊണ്ട് എനിക്ക് ഒരു ആശ്വാസവും ലഭിക്കുന്നില്ല. പക്ഷെ ഞാൻ ബുദ്ധിപരമായിട്ട് അംഗീകരിച്ചു, നല്ല കസേരയാണ്, ഇരുന്നാൽ എനിക്ക് ആശ്വാസം ലഭിക്കും. വളരെ ദൂരെ കിടന്നത് കൊണ്ട് ഞാനിത് അടുത്ത് വിട്ടു, പക്ഷെ എനിക്ക് പ്രയോജനം ലഭിക്കുന്നില്ല. എനിക്ക് ഈ കസേര കൊണ്ട് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ ആശ്വാസം ലഭിക്കണമെങ്കിൽ ഞാൻ ഈ കസേരയെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ടും കാര്യമില്ല. എനിക്ക് പ്രയോജനം ലഭിക്കണമെങ്കിൽ വാസ്തവമായിട്ട് ഞാൻ കസേരയിൽ
ഇരിക്കണം. അതെ, ഇപ്പോഴാണ് എനിക്ക് വളരെ ആശ്വാസമായത്. എൻ്റെ കാലിൻ്റെ കഴപ്പെല്ലാം മാറി, എനിക്ക് ക്ഷീണം മാറുന്നു. എനിക്ക് വളരെ കംഫർട്ടായിട്ട് സ്വസ്ഥമായിട്ട് ഈ കസേരയിൽ ഇരുന്നപ്പോൾ കസേരയിൽ ആശ്രയിച്ചപ്പോൾ എനിക്ക് എൻ്റെ ക്ഷീണം മാറി, കാലിൻ്റെ കഴപ്പെല്ലാം മാറി, ഞാൻ സ്വസ്ഥമായി എന്ന് ഞാൻ അനുഭവത്തിലൂടെ പറയുകയാണ്. കസേരയെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് നടന്നാലോ കസേര എടുത്തുകൊണ്ട് നടന്നാലോ ഒരു പ്രയോജനവുമില്ല. ഈ കസേരയിൽ അനേകർ ഇരുന്നിട്ടുണ്ട്, അവർക്ക് ആശ്വാസം ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്ക് ഈ കസേര പ്രയോജനപ്പെടണമെങ്കിൽ ഞാൻ കസേരയിൽ ഇരിക്കണം എന്ന് പറഞ്ഞതുപോലെ എൻ്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ യേശുക്രിസ്തുവിൽ ശരണപ്പെടുമ്പോൾ മാത്രമാണ് എനിക്ക് രക്ഷ ലഭിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിലുള്ള സമ്പൂർണമായ ആശ്രയമാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. അതിലൂടെ ലഭിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം നിങ്ങൾ മറന്നില്ലല്ലോ. ഇത് നമ്മുടെ പാപപ്രകൃതമാണ്. നീതിപ്രവൃത്തികൾ കൊണ്ട് നമുക്ക് രക്ഷ ലഭിക്കില്ല, കാരണം കറപുരണ്ട തുണി പോലെയാണ്. പക്ഷെ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ഞാൻ വന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? യേശുവിന്റെ രക്തം എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ചു. വിശുദ്ധ ബൈബിൾ പറയുകയാണ്, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് എഴുതിയിരിക്കുന്നു, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം, നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഞാൻ ഹിമം പോലെ വെളുപ്പിക്കാം, രക്താംബരം പോലെ ചുവന്നിരുന്നാലും പഞ്ഞി പോലെ വെണ്മയുള്ളതാക്കി തീർക്കും. യേശുവിന്റെ രക്തത്തിന് മാത്രമേ ഇപ്രകാരം ഒരു ശുദ്ധീകരണം, ഒരു കഴുകൽ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് മഹാപാവിയായിരുന്ന ദാവീദ് എന്ന് പറയുന്ന രാജാവ് ദൈവത്തിലുള്ള തൻ്റെ ആശ്രയം മുഖാന്തരം തൻ്റെ പാപത്തെക്കുറിച്ച് അനുതപിച്ച് ദൈവത്തോട് കൃപയ്ക്കായി യാചിച്ചു കഴിഞ്ഞിട്ട് പാപം ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്രകാരം ആത്മാവിൽ എഴുതി, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ, അവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അതേ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന പാപമോചനവും രക്ഷയുമാണ്. അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നത്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തെ എഴുതിയിരിക്കുന്നതുകൊണ്ട് അത്രേ സന്തോഷിപ്പിൻ. നിത്യജീവന്റെ അവകാശിയായി തീരുന്നതാണ് സ്വർഗം സന്തോഷിക്കുന്നത്. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലിയാണ് സ്വർഗത്തിൽ സന്തോഷമുള്ളത്. അതുകൊണ്ട് രോഗം മാറിയതോ, അത്ഭുതകരമായ വിടുതൽ ലഭിച്ചതോ, കടബാധ്യത മാറിയതോ, ഈ ലോകത്ത് സ്ഥാനമാനങ്ങൾ കിട്ടിയതോ ഒന്നുകൊണ്ടുമല്ല സ്വർഗം സന്തോഷിക്കുന്നത്. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനിച്ച് നിത്യജീവന്റെ അവകാശിയായി തീരുമ്പോൾ ആ വ്യക്തിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കുന്നു. യേശുവിന്റെ അടുക്കൽ വന്ന ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ പോയി ഭൂതങ്ങളെല്ലാം പുറത്താക്കി. കർത്താവ് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് അത്രേ സന്തോഷിപ്പിൻ. അതുകൊണ്ട് യേശുക്രിസ്തുവിലൂടെ ഒരു വ്യക്തിക്ക് പാപമോചനവും രക്ഷയും ലഭിക്കുന്നത് ഈ മാറ്റമില്ലാത്ത സുവിശേഷത്തിലൂടെ മാത്രമാണ്. അതുകൊണ്ട് സത്യസുവിശേഷം പങ്കിടുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും കഴിയണം. മറ്റൊന്നുമല്ല, സുവിശേഷത്തിന് പകരമായിട്ട് വയ്ക്കുവാനില്ല. അതുകൊണ്ട് യേശുവിന്റെ രക്തം സകല പാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സുവിശേഷത്തിന്റെ 5 മെയിൻ പോയിന്റ്സുകളാണ് ഞാൻ ഇതുവരെ നിങ്ങളോട് പങ്കിട്ടത്. ഒന്നാമത് ഞാൻ പറഞ്ഞു, മനുഷ്യൻ പാപിയാണ്, അവന്റെ നീതിപ്രവർത്തികൾ കൊണ്ട് അവനെ രക്ഷിക്കുവാൻ സാധ്യമല്ല എന്ന്. ദൈവം നീതിമാനായ പാപത്തെ ശിക്ഷിക്കുമെന്ന്. അപ്രകാരം പാപിയായ മനുഷ്യന്റെ ശിക്ഷ ദൈവം നടപ്പിലാക്കിയാൽ എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നത് നിത്യമായ നരകമാണ്. ദൈവം കൃപയുള്ളവനായതുകൊണ്ട് നമ്മെ രക്ഷിക്കുവാൻ ദൈവം പ്രസാദിച്ചു. അങ്ങനെ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ ദൈവത്തിന് മനസ്സായി. അങ്ങനെ ഒരു വ്യക്തി യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ ശുദ്ധീകരണം പ്രാപിച്ച് നീതീകരണം പ്രാപിച്ചിട്ട് നിത്യജീവന്റെ അവകാശിയായി തീരുകയാണ്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു, ആകയാൽ ഇനി ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവിധിയും ഇല്ല. ഇത് വിശ്വാസത്താൽ ഇപ്രകാരം നീതീകരണം പ്രാപിച്ച് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കെട്ടി ഭാഗ്യവാന്മാരായി തീരുവാനായിട്ട് ഈ ലോകത്തിന് കൊടുക്കാൻ കഴിയുന്നത് ഈ മാറ്റമില്ലാത്ത സുവിശേഷമാണ്. അത് ഭംഗിയായിട്ട് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും ദൈവം കൃപ തരുമാറാകട്ടെ. നമ്മൾ അടുത്ത മെയിൻ പോയിന്റിലേക്ക് പ്രവേശിക്കുകയാണ്. മുഖവുര അല്ലെ സുവിശേഷം
കഴിഞ്ഞു. ഇപ്പോൾ സമർപ്പണത്തിലേക്ക്. എൻ്റെ മൂന്നാമത്തെ മെയിൻ പോയിന്റാണ് സമർപ്പണം എന്ന് പറയുന്നത്. അവിടേക്ക് നാം വരികയാണ്. ഈ മുഖപുര സുവിശേഷം സമർപ്പണം എന്ന് പറയുന്ന സമർപ്പണം, പിന്നെ ഉടനെയും കാര്യക്ഷമമായും ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്ന 4 മെയിൻ പോയിന്റ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ സമർപ്പണം എന്ന് പറയുന്നത്. മുഖപുരയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, സുവിശേഷത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, സമർപ്പണത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, ഉടനെയും കാര്യക്ഷമമായും ചെയ്യാൻ ഉള്ളതിലും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. എങ്ങനെ ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണ്? ചിലർ പറയുന്നത് തലയാണെന്ന്. ഹൃദയമില്ലെങ്കിലോ? അപ്പോൾ ചിലർ പറയുന്നത് ഹൃദയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന്. തലയില്ലെങ്കിലോ? നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും അതതിൻ്റെതായ പ്രാധാന്യമുള്ളതുപോലെ ഈ മുഖപുരയ്ക്കും സുവിശേഷത്തിനും സമർപ്പണത്തിനും ഉടനെയും കാര്യക്ഷമമായും ചെയ്യാനുള്ള കാര്യങ്ങൾക്കും അതതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വളരെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കുവാൻ ഇടയാകേണ്ടുന്ന സമർപ്പണം എന്ന് പറയുന്ന പോയിന്റിലേക്കാണ്. ഇവിടെ നമ്മൾ വളരെ ജാഗരൂകതയോടുകൂടി വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. കാരണം സാത്താൻ ഇടപെടുന്ന ഒരു മെയിൻ പോയിന്റ്സ് ഇവിടെയാണ്. ഞാനൊരു ഉദാഹരണം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളൊരു രോഗിയുമായിട്ട് ഒരു ഡോക്ടറെ കാണാൻ പോവുകയാണ്. അപ്പോൾ ഡോക്ടറുടെ അടുക്കൽ ആ രോഗിയെ കൊണ്ടുപോയി രോഗിയെ ഡോക്ടർ പരിശോധിച്ചു, പല ടെസ്റ്റുകൾക്ക് വിധേയമാക്കി. എല്ലാം കഴിഞ്ഞപ്പോൾ രോഗം ഡയഗ്നൈസ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ വളരെ വിദഗ്ധമായ ഒരു ചികിത്സയ്ക്ക് വിധേയമാകണം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മെഡിസിനൊക്കെ ഉപയോഗിച്ച് നോക്കാം. അത് കൊണ്ട് ഫലകരമായില്ല എങ്കിൽ നമുക്കൊരു സർജറിക്ക് വിധേയമാകേണ്ടി വരും. അപ്പോൾ രോഗം ഡയഗ്നൈസ് ചെയ്തു, രോഗിയെ മനസ്സിലാക്കി, രോഗം ഡയഗ്നൈസ് ചെയ്ത് തുടങ്ങി കാര്യങ്ങളും ട്രീറ്റ്മെന്റ് കാര്യങ്ങളും എല്ലാം കൂടി പറഞ്ഞതിനെ എല്ലാം കൂടി ഞാൻ ചേർത്ത് പറയുകയാണ് മുഖപുരയും സുവിശേഷവും. പക്ഷേ ട്രീറ്റ്മെന്റ് വിധേയമാകുന്ന, സർജറിക്ക് വിധേയമാകുന്ന അവസ്ഥയെന്ന് പറയുന്നതാണ് സമർപ്പണം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു രോഗിയും പൂർണ്ണ മനസ്സോടുകൂടി 100% ഒരു ഓപ്പറേഷന് വിധേയമാകുവാനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. കാരണം ഓപ്പറേഷൻ എന്ന് പറയുന്നത് വേദനാജനകമാണ്. അതുകൊണ്ട് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് അനസ്തേഷ്യ തരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അബോധാവസ്ഥയിലാകും. ഡോക്ടർക്ക് നമ്മെ ഏത് വിധത്തിലും നമ്മെ കീറി മുറിച്ച് വേണ്ടതുപോലെ നമ്മളെ ചികിത്സിക്കാനായിട്ട് കഴിയും. നമ്മൾ 100% അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയാണ് എന്ന് പറയുന്നത് പോലെയാണ് ഈ സമർപ്പണത്തിന്റെ ഭാഗവും. വളരെ വ്യക്തമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യണം. നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് രക്ഷയെപ്പറ്റി ഉറപ്പില്ലായിരുന്നു, സ്വന്തം പ്രവൃത്തികളെ രക്ഷ കിട്ടുമെന്നായിരുന്നു അദ്ദേഹം ചിന്തിച്ചിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തു. ഇനി ആ വ്യക്തി ട്രീറ്റ്മെന്റിന് വിധേയമാകുകയാണ്. അതിനുവേണ്ടി അദ്ദേഹത്തോട് ഒന്നാമത് നമ്മൾ ചോദിക്കുകയാണ്, ആട്ടെ, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾക്ക് മനസ്സിലായോ? അതിനുവേണ്ടി നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് വ്യക്തമായോ എന്ന ചോദ്യം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾക്ക് മനസ്സിലാകുന്ന വിധമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എല്ലാം മനസ്സിലായില്ല. ഒരു യേശു സാക്ഷാത് ദൈവവും സാക്ഷാത് മനുഷ്യനും എന്ന് പറഞ്ഞ പോയിന്റ് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. അത് ഒന്നുകൂടി വ്യക്തമാക്കി തരാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ അതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒന്നുകൂടി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഏത് പോയിന്റാണോ അദ്ദേഹത്തിന് മനസ്സിലാകാതെ വന്നത് ആ പോയിന്റ് ഒന്ന് വ്യക്തമാക്കി കൊടുക്കുക. അദ്ദേഹത്തിന് പിന്നെ അത് വ്യക്തമായി എങ്കിൽ അടുത്തൊരു ചോദ്യം ചോദിക്കാം. അതായത് സമർപ്പണത്തിനുള്ള ചോദ്യം. ആ ചോദ്യം ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിലൂടെ ദൈവം ദാനമായി തരുന്ന രക്ഷ എന്ന ദാനം സ്വീകരിപ്പാൻ താങ്കൾക്ക് മനസ്സുണ്ടോ? താങ്കളുടെ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ നീതിപ്രവൃത്തികൾ കൊണ്ടോ താങ്കൾക്ക് രക്ഷ ലഭിക്കില്ല എന്ന് ഇതുവരെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് താങ്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകി താങ്കളുടെ സകല പാപത്തും താങ്കളെ വീണ്ടെടുത്തു. ആ യേശുവിലൂടെ ദൈവം സമ്പാദിച്ചു തരുന്ന ഈ രക്ഷ എന്ന ദാനം സ്വീകരിപ്പാൻ താങ്കൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുക. അതേ എന്ന് വ്യക്തി പറയുകയാണെങ്കിൽ ആ സമർപ്പണം ഒന്ന് വ്യക്തമാക്കി കൊടുക്കണം. അതിനുവേണ്ടി 3 കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം. സമർപ്പണം വ്യക്തമാക്കൽ: ഒന്ന്, താങ്കളുടെ പാപത്തെക്കുറിച്ച് താങ്കൾ അനുതപിക്കാനും അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും മനസ്സുണ്ടോ? അതെ, മനസ്സുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് പറയുക, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ സകല അനീതിയും പോക്കി നിങ്ങളെ ശുദ്ധീകരിപ്പാൻ തക്കണം വിശ്വസ്തനും നീതിമാനാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ രക്ഷയ്ക്കായി നിങ്ങളുടെ ആശ്രയം യേശുവിലേക്ക് മാറ്റുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുക. അതിനും അദ്ദേഹം
എനിക്ക് മനസ്സുണ്ടെന്ന് പറഞ്ഞാൽ പ്രകാരം പറയാ, യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗത്തിൽ വരികയില്ല എന്ന്. 3, ആ വ്യക്തിയോട് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ യേശുവിനെ താങ്കളുടെ കർത്താവും രക്ഷകനുമായി ഹൃദയത്തെ സ്വീകരിക്കുവാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ? അതെ എന്ന് പറയുകയാണെങ്കിൽ പ്രകാരം പറയുക, യേശു പറഞ്ഞു, ഞാൻ വാതിൽക്കുന്നു മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തുനിന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളത്തിൽ കർത്താവ് വസിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിൽ ജീവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആ വിധത്തിൽ കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുവാൻ സ്വീകരിപ്പാൻ താങ്കൾക്ക് ഇഷ്ടമാണോ? അതേ എന്ന് ആ വ്യക്തി പറയുകയാണെങ്കിൽ ഒരു സമർപ്പണ പ്രാർത്ഥനയിലൂടെ ആ വ്യക്തിയെ കർത്താവുമായിട്ട് ബന്ധിപ്പിക്കുക. ഒരു ചെറിയ ഒരു ലഘുവായ ഒരു പ്രാർത്ഥന അതിപ്രകാരം പറഞ്ഞു കൊടുക്കുക. പ്രിയ യേശുവേ, ഞാനൊരു പാപിയാകുന്നു. ഞാൻ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും മനഃപൂർവമായും ചെയ്തു പോയ എൻ്റെ എല്ലാ പാപത്തെയും യേശുവേ എന്നോട് ക്ഷമിക്കണമേ. പ്രിയ യേശുവേ, എൻ്റെ പാപത്തിൽ നിന്നും അതിൻ്റെ ശിക്ഷയാ നരകത്തിൽ നിന്നും എന്നെ രക്ഷിക്കുവാൻ എൻ്റെ നീതിപ്രവർത്തികൾക്കോ ആചാര അനുഷ്ഠാനങ്ങൾക്കോ സാധ്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ എന്നെ രക്ഷിക്കുവാനാണ് അവിടുന്ന് കുരിശിൽ മരിച്ചത്. അവിടുന്ന് ചിന്തയ രക്തത്താൽ എന്നെ കഴുകണം. പ്രിയ യേശുവേ, അങ്ങയെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഞാൻ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു ചെറിയ ഒരു പ്രാർത്ഥനയിലൂടെ ആ വ്യക്തിയെ യേശു കർത്താവുമായിട്ട് ബന്ധിപ്പിക്കുക. അതാണ് സമർപ്പണ പ്രാർത്ഥന. അത് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് രക്ഷയെക്കുറിച്ചുള്ള ഉറപ്പ് കൊടുക്കണം. ഇന്ന് ലോകത്തിൽ അനേകർക്ക് ഇല്ലാതെ പോകുന്ന 2 കാര്യങ്ങൾ: ഒന്ന്, പാപമോചനത്തെക്കുറിച്ചുള്ള ഉറപ്പില്ല; 2, രക്ഷയെക്കുറിച്ചുള്ള ഉറപ്പില്ല. പാപമോചനത്തെക്കുറിച്ചുള്ള ഉറപ്പും രക്ഷയെക്കുറിച്ചുള്ള ഉറപ്പും വളരെ പ്രാധാന്യമാണ്. എൻ്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാൽ ഞാൻ ഹിം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ചുവന്നിരുന്നാലും പഞ്ഞു പോലെ വെണ്മയുള്ളതാക്കി തീർക്കും. അതുകൊണ്ട് പാപമോചനത്തെക്കുറിച്ചുള്ള ഉറപ്പ് കൊടുക്കണം. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു, അത് വളരെ വ്യക്തമാക്കി കൊടുക്കണം. 2, യേശുവിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്. കർത്താവ് തന്നെ പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 6:47 ആമേൻ ആമേൻ എന്ന് പറഞ്ഞ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്. ആരാണോ യേശുവിൽ വിശ്വസിക്കുന്നത് ആ വ്യക്തിക്ക് നിത്യജീവനുണ്ട്. അപ്പോൾ ഞാൻ മോഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോടാണ് സുവിശേഷം പറഞ്ഞെങ്കിൽ ഈ തീരുമാനത്തിലേക്ക് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തോട് പറയും, യേശു പറയുന്നു മോഹൻ ആമേൻ ആമേൻ, സത്യം സത്യമായിട്ട് യേശു മോഹനോട് പറയുന്നു, മോഹൻ യേശുവിൽ വിശ്വസിക്കുന്നു എങ്കിൽ മോഹൻ നിത്യജീവനുണ്ട്, സംശയിക്കേണ്ട. 1 യോഹന്നാൻ 5:13 ഇപ്രകാരം പറയുന്നു, ദൈവപുത്രന്റെ നാമത്തെ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്നറിയേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു. ഇതൊരു പ്രമാണം, ആധാരമാണ്. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്നുള്ളതിൻ്റെ വളരെ ആധികാരികമായ ഒരു രേഖയാണ് ദൈവാത്മാവിലൂടെ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അനേകർ പറയാറുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പില്ല. വാസ്തവത്തിൽ അവർ യേശുവിൽ വിശ്വസിക്കുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിക്കോ, യോഹന്നാന്റെ സുവിശേഷം 11:25 എന്താ അവിടെ നാം വായിക്കുന്നത്? അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടില്ലയോ? എന്താ, ഒന്ന് വായിച്ചു നോക്കൂ. യേശു പറയുകയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അത് നരകത്തിലല്ലല്ലോ. അപ്പോൾ യേശുവിൽ ആരാണോ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുന്നത്, ആ വ്യക്തിക്ക് നിത്യജീവനുണ്ട്. ഏറ്റവും നല്ലൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ ഞാൻ പറയാം. യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട ആ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുവൻ, അവനോട് യേശു പറയുന്നത്, നീ ഇന്ന് എന്നോടുകൂടെ പരദീസായിലിരിക്കും. ലോകം കണ്ട ഏറ്റവും വലിയ ദുഷ്പ്രവൃത്തിക്കാരനായിരുന്നു അന്നത്തെ ആ വ്യക്തി. പക്ഷേ അവൻ തൻ്റെ പാപത്തെക്കുറിച്ച് അനുതപിച്ചു, തൻ്റെ സഹപ്രവർത്തകനെ അവൻ ശാസിച്ചു, യേശുവിനെ കുറിച്ച് സാക്ഷിച്ചു. ഇവൻ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല. അവിടം കൊണ്ടും അവൻ നിർത്തിയില്ല. യേശുവിനോട് പ്രാർത്ഥിക്കണം, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണം. യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പരദീസായിലിരിക്കും. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ രക്തത്തിന് കഴുകിക്കളയാൻ കഴിയാത്ത ഒരു പാപവുമില്ല, യേശുവിനെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു പാപിയുമില്ല. അത് നമുക്ക് ഈ സുവിശേഷത്തിലൂടെ പങ്കിട്ട് കൊടുക്കാൻ കഴിയണം. അവസാനമായിട്ട് ആ വ്യക്തിയെ രക്ഷയെക്കുറിച്ചുള്ള ഉറപ്പുള്ളവനായി, നിശ്ചയമുള്ളവനായി കർത്താവിൻ്റെ സാക്ഷിയായിട്ടും തീരണം. അപ്പോൾ സമർപ്പണത്തിലെ 5 കാര്യങ്ങളാണ്. 1, വ്യക്തമായോ എന്ന ചോദ്യം, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾക്ക് മനസ്സിലായോ? 2,
താങ്കളുടെ രക്ഷയ്ക്കായി, പാപത്തിന്റെ മോചനത്തിനായി, താങ്കളുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ ഒന്നും ആശ്രയിക്കാതെ താങ്കളെ രക്ഷിച്ചവനെ യേശുവിലേക്ക് താങ്കളുടെ ആശ്രയം മാറ്റാൻ ഇഷ്ടമാണോ? അതേ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളിലൂടെ താങ്കളുടെ പാപത്തെക്കുറിച്ച് അനുതപിക്കുക, യേശുവിനോട് പറഞ്ഞ് ഉപേക്ഷിക്കുക, യേശുവിനെ മാത്രം കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തെ സ്വീകരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പ്രാർത്ഥനയിലൂടെ, സമർപ്പണ പ്രാർത്ഥനയിലൂടെ ആ അനുഭവത്തിലേക്ക് ആ വ്യക്തിയെ നയിക്കുക. അത് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് രക്ഷയെക്കുറിച്ചുള്ള ഉറപ്പ് കൊടുക്കുക. അങ്ങനെ വളരെ മനോഹരമായിട്ട് ഒരു സമർപ്പണത്തിലേക്ക് നയിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അതിന് ഈ 5 സ്റ്റെപ്പുകൾ നമ്മെ സഹായിക്കും. തുടർന്ന് ഇപ്രകാരം വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തിയെ എന്ത് ചെയ്യണം? ഉടനെയും കാര്യക്ഷമമായും ചെയ്യാനുള്ള കാര്യങ്ങൾ, ഫോളോ അപ്പ്. 5 കാര്യങ്ങളാണ്. ഒരു വ്യക്തി രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ എങ്ങനെയാണ് തുടർന്ന് ആത്മീയമായിട്ട് വളർത്തേണ്ടത്? വിശുദ്ധ വേദപുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു. പത്രോസിന്റെ ലേഖനം 1 വചന പഠനമാണ്. 1 പത്രോസ് അതിന്റെ 2-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാം നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പൻ. ഒരു വ്യക്തി യേശുവിനെ കർത്താവിൻ രക്ഷിതാവിനെ സ്വീകരിച്ചതോടുകൂടി എല്ലാമായി എന്നല്ല. ഒരു കുഞ്ഞ് ജനിച്ചതേ ഉള്ളൂ. ആ കുഞ്ഞ് വളർന്നു വരണം ക്രിസ്തു എന്ന തലയോളം. അതിനുവേണ്ടി ആ വ്യക്തിയെ വചനം പഠിപ്പിക്കുക. 2-മതായിട്ട് ആ വ്യക്തി ദൈവവുമായിട്ടൊരു നിരന്തരം ഒരു കമ്മ്യൂണിക്കേഷൻ, പ്രാർത്ഥന, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. പലപ്പോഴും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് ചിലർ പ്രാർത്ഥന കുത്തക മുതലാളിമാരായിട്ട് ഏറ്റെടുക്കുന്നവരുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അത് തെറ്റൊന്നുമല്ല. പക്ഷേ ഓരോ വ്യക്തികളും ദൈവമുമ്പാകെ വന്ന് അവനവന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് നേരിട്ട അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ മേടിക്കാനായിട്ട് കഴിയണം. ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കൽ വരാനാണ് എബ്രായർക്ക് ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നത്. കർത്താവിന്റെ അടുക്കൽ പോകാൻ ഒരു തടസ്സമില്ല. ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാൻ ഏക മധ്യസ്ഥനായ യേശു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവിന്റെ അടുക്കൽ ചെല്ലുക, അവനോട് നമ്മുടെ ആവശ്യങ്ങളെ ഉന്നയിക്കുക, പ്രാർത്ഥന അതിന്റെ ആവശ്യകത അവരെ പഠിപ്പിച്ച് അവരെ അതിൽ വളർത്തുക. 3, ഒരു വ്യക്തി വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ശത്രുവുണ്ട്, സാത്താൻ. കാരണം സത്താന്റെ അധികാരത്തിൽ നിന്ന്, അവന്റെ രാജ്യത്തിൽ നിന്നാണ് ഇപ്പോൾ അവനെ നമ്മൾ വീണ്ടെടുത്ത് ദൈവരാജ്യത്തിൽ അവകാശിയാക്കി തീർത്തിരിക്കുന്നത്. അതുകൊണ്ട് സാത്താൻ അവനെ പിന്നെയും വേട്ടയാടാൻ ശ്രമിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തിയമ്പുകളെ കെടുക്കുവാൻ തക്കത വിശ്വാസം എന്ന പരിചയം, രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളുമായി പ്രാർത്ഥനയിൽ മുന്നേറുവാൻ തക്കവണ്ണം അവരെ ഒരുക്കി നിർത്തേണ്ടത് ആവശ്യമാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവത്തോട് അടുത്തു വരികയും പിശാചിനോട് എതിർത്ത് നിൽക്കുവേൻ എന്ന് പറയുകയാണ്. അതുകൊണ്ട് സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ എപ്പോഴും ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. 4-മതായിട്ട് ഒരു വ്യക്തി വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കർത്താവിനെ ആരാധിക്കണം, കർത്താവിനെ മഹത്വപ്പെടുത്തണം. കർത്താവ് പറഞ്ഞു ശമര്യക്കാരത്തിയോട്, സ്ത്രീ എൻ്റെ വാക്ക് കേൾക്കുക. ദൈവത്തെ നമസ്കരിക്കുന്ന ആ മലയിലുമല്ല ഈ മലയിലുമല്ല, അവനെ നമസ്കരിക്കുന്ന സത്യത്തിലും ആത്മാവിലും. നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അവനെ നമസ്കരിക്കുവാൻ, അവനെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ കഴിയണം. എവിടെയോ ഏതോ സ്ഥലങ്ങളിലാണ് ദൈവം ഇരിക്കുന്നത്, ഏതോ സ്ഥലങ്ങളിലാണ് ദൈവത്തിന്റെ ശക്തി ഉള്ളത് എന്ന് ചിന്തിക്കുവാൻ ഒരിക്കലും പാടില്ല. കർത്താവ് പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൊടുന്നു, ഞാൻ അവരുടെ മധ്യയുണ്ട്. ആ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് കഴിയണം. 5-മതായിട്ട് ആ വ്യക്തി യേശു കർത്താവിന് സാക്ഷിയായി തീരും. അതിനുവേണ്ടിയാണ് കർത്താവ് ഓരോ വ്യക്തികളെയും തൻ്റെ ശിഷ്യത്വത്തിലേക്ക് നയിക്കുന്നത്. കർത്താവ് പറഞ്ഞു, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവേ. ഒരു കാലത്ത് കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു, രക്ഷിക്കപ്പെട്ട് ദൈവപൈതലായി തീർന്നു. അവന്റെ ശിഷ്യത്വത്തിന്റെ പടികളിലൂടെ യാത്ര ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളിൽ അനേകർ ആ അവസ്ഥയിലെത്തിയത്. അതുപോലെ മറ്റുള്ളവരുമായി തീരണം. അങ്ങനെ എല്ലാവരെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി തീർക്കുവാനായിട്ട് നമുക്കിടയാകണം. അതിനായിട്ട് ഈ ശുശ്രൂഷ വളരെ സഹായകരമാണ്. വളരെ ഭംഗിയായിട്ട് ഒരു വ്യക്തിയോട് സുവിശേഷം കൃത്യമായിട്ട് അവതരിപ്പിക്കുവാനായിട്ട് ഈ ഔട്ട്ലൈൻ ഒരു സഹായമാണ്. പക്ഷെ പിന്നെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ ഔട്ട്ലൈനിലല്ല നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ ആശ്രയിക്കേണ്ടത് കർത്താവിലാണ്, ദൈവാത്മാവിലാണ്.
ദൈവകൃപയിലാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലകരമായി നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിനെ സാക്ഷിക്കുവാൻ, മനോഹരമായിട്ട് കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം പങ്കിടുവാനായിട്ട് ഏതൊരു വ്യക്തിക്കും ദൈവം കൃപ തരും. എനിക്ക് വലിയ വിദ്യാഭ്യാസമില്ല, ഞാനൊരു സെമിനാരിയിലും പഠിക്കാൻ പോയിട്ടില്ല, ഒരു ബൈബിൾ കോളേജിലും പഠിക്കാൻ പോയിട്ടില്ല. കർത്താവ് എന്നെ പഠിപ്പിച്ചു, ദൈവാത്മാവിനെ നടത്തി, ദൈവത്തിൻ്റെ കൃപ എന്നെ പിന്നെയും സഹായിക്കുന്നു. അതേ ദൈവകൃപ നിങ്ങളിലും വ്യാപരിച്ച് നിങ്ങളെയും അവിടുന്ന് ഉപയോഗിക്കുവാൻ മതിയായതാണ്. ആ കർത്താവിൽ, അവൻ്റെ കൃപയിലും ഞാൻ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. അവൻ്റെ മഹത്തരമേറിയ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവെ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പാൻ നിങ്ങൾക്ക് ഏവർക്കും കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.